മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സുഗന്ധം ഉപയോഗിക്കരുത്. ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത്രയൊക്കെ വരട്ടാം, ഡ്രസ്സിലൊക്കെ അത്ര, അതിനൊന്നും വിരോധമല്ല. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. അത്ര ആയിട്ട് ആ വസ്ത്രത്തിലും പറ്റൂല, ശരീരത്തിലും പറ്റൂല, എവിടെയും പറ്റൂല. അതുപോലെ മുടികളിൽ എവിടെയും എണ്ണ ഉപയോഗിക്കരുത്. അപ്പോൾ എണ്ണമയം ഉള്ള ഒരു സാധനവും ഉപയോഗിക്കാതിരിക്കുക. എണ്ണ എന്നല്ല, എണ്ണൻ്റെ ആ ക്വാളിറ്റി ഉള്ള ക്രീമോ ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരു സാധനം ഉപയോഗിക്കാതിരിക്കുക. മുടിയിൽ മീശമലോ താടിമലോ തലയിലോ ഒന്നും അത് ഉപയോഗിക്കരുത്. എന്താണ് ഇതിൻ്റെയൊക്കെ കാര്യം? നിങ്ങളിപ്പോൾ തലയിൽ കുറച്ച് എണ്ണ ഇട്ടാൽ അള്ളാഹു തആലക്ക് ഹജ്ജ് സ്വീകരിച്ചുകൂടാന്ന് വല്ലതും ഉണ്ടാവുമോ? എന്തേ ഉണ്ടാവുമോ? നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു പാഠം പഠിക്കണം. അള്ളാഹു തആല ഹജ്ജ് ഫർളാക്കിയത് അള്ളാഹിനെ ഓർമ്മിക്കാണെന്ന് നിങ്ങൾ പഠിപ്പിച്ചില്ലേ? അതായത് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അനിവാര്യമായ സംഗതിയൊന്നും അല്ലാതെ, മനുഷ്യന് റൂഹ് നിലനിൽക്കാൻ, ജീവൻ നിലനിൽക്കാൻ എണ്ണ ഉപയോഗിക്കണമെന്നില്ല, അത്ര ഉപയോഗിക്കണമെന്നില്ല, തല മറക്കണമെന്നില്ല, മുഖം മറക്കണമെന്നില്ല, ഒന്നുമില്ലല്ലോ. ഇതൊക്കെ നമ്മളുടെ സീനത്തുകളല്ലേ, ഭംഗിക്ക് വേണ്ടി ചെയ്യുന്ന പണിയല്ലേ. അപ്പോൾ അല്ലാഹു തആല പറയും, നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതൊക്കെ ഒന്നാണ് മാറ്റി വയ്ക്കുക. എണ്ണ ഇടാത്തത് പറ്റുമോ നോക്കാമല്ലോ നമ്മൾക്ക്. അപ്പം നിങ്ങൾ ഹജ്ജിനെക്കാണ്ട് ഒരു 5-8 ദിവസം എണ്ണ ഇടണം, മുടിയൊക്കെ കണ്ട് ആകെ പാറി പറഞ്ഞിട്ടുണ്ടാവും, തല മറക്കാനും പറ്റില്ല, അപ്പോൾ പൊടിയും പറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ ആകെ ഭ്രാന്തന്മാരെ പോലെ ആയിട്ടുണ്ടാവും. നിങ്ങൾ അതന്നെ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ ഭയങ്കര പൗറിലും പത്രാസിലല്ലേ നടക്കണം. ഇവിടെ ദിവസം 2 വട്ടം കുളിച്ച്, എന്നിട്ട് രാവിലെ 1 മണിക്കൂർ കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് ചീകി മിനുക്കി ക്ലീനാക്കി, എന്നിട്ട് തന്നെ കല്യാണത്തിന് പോകുമ്പോൾ ബസ് കയറുകയാണെങ്കിൽ ഇരിക്കൂല, കുപ്പായം ചുളിയോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ക്ലീനായി പോകുന്ന മനുഷ്യന്മാരോട് നിങ്ങൾ കുപ്പായം ഇടാതെ ചെട പിടിച്ച് പൊടി മണ്ണോ ആർത്ത് എണ്ണ തേക്കാതെ അങ്ങോട്ട് വരികയെന്ന് അല്ലാഹു തആല പറഞ്ഞു. നിങ്ങളൊന്ന് ശരിക്കും കാണട്ടെ, നിങ്ങൾ ശരിയായ ഒറിജിനൽ രൂപത്തിലൊന്ന് കാണണ്ടേ. ഇപ്പോൾ ഒക്കെ നമ്മളുടെയൊക്കെ ഒരു ദാതി നേരത്തെ പറഞ്ഞവരുള്ളൊരു കൃത്രിമ വേഷമാണ് അല്ലേ? നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ ഒരു കൃത്രിമ ആർട്ടിഫിഷ്യലാണ് നമ്മളെ ജീവിതമൊക്കെ, ഹക്കീക്കത്തല്ലല്ലോ. പണ്ട് നമ്മൾ മനുഷ്യന്മാരെ നേരെ കണ്ടിരുന്നു, ചന്തക്ക് വരെ കുപ്പായിടാതെ ആൾക്കാർ വന്നിരുന്നത്. ഇപ്പോൾ ഗേറ്റ് ഒരാൾ തുറക്കണ ഒച്ചയായിട്ടാണ് നമ്മൾ വേഗം ഔത്തോയിക്കാണ് കുപ്പായിട്ട് കാണേണ്ട വരിക. ഏതൊക്കെ സ്റ്റൈലേക്കാണ് ഇങ്ങനെ വരും. ഇപ്പോൾ നമ്മളെ ശരീരം ആർക്കും കണ്ടുകൂടാ. ചന്തക്ക് കുപ്പായിടാതെ പോയെന്ന വാപ്പാര മക്കളല്ലേ നമ്മളൊക്കെ. ഒറിജിനൽ മനുഷ്യൻ്റെ ഒറിജിനലാണുള്ളത്. പണ്ട് നമ്മൾ മണ്ണിൽ കയ്യും കാലും മുഴുവനും മണ്ണല്ലായിരുന്ന, ഇപ്പോൾ ആകെ ഒരു പൊടി മണ്ണ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ആവുമോ? അള്ള പഠിച്ച ഭൂമിയാണുള്ളത്, ആ മണ്ണെന്നാണ് നമ്മളെ പഠിച്ചത്. അതൊരാളെ മേത്താകുന്നുണ്ടോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഞങ്ങൾ. അപ്പോൾ അല്ലാഹു തആല അങ്ങോട്ട് വരാൻ പറഞ്ഞു, നിങ്ങൾ ആ പൗർന്നൊക്കെ ഒഴിവാക്കേണ്ടത് വരിക, ഒന്ന് മണ്ണിലൊന്ന് ചവിട്ടുന്നത് കാണട്ടെ, ശരീരത്തിലൊന്ന് വിയർപ്പാകുന്നത്, ഒന്ന് പൊടി വിരളുന്നത് ഒന്ന് കാണട്ടെ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അല്ലാഹു തആല ശരിക്ക് പിടിച്ചിട്ട് പിഴിയാണ്. നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും എല്ലാ ദുരഭിമാനങ്ങളും മാറ്റി വെക്കാണല്ലേ. ഇത്രയൊക്കെ ഗേറ്റിൽ നിന്ന് ആളെ കാണുമ്പോഴേക്കാണ് അകത്ത് പോയി കുപ്പായിട്ട് നമ്മൾ ഈ എയർപോർട്ടിൽ നിന്ന് 10-15,000 മനുഷ്യന്മാരെ മുന്നിൽ നിന്ന് കുപ്പായിട്ട് കഴിക്കുകയാണ്, ഒരു മടിയില്ലാതെ. എല്ലാവരും നെഞ്ഞും കാണൂലേ ആണുങ്ങളെ? ഒരു മടിയില്ലല്ലോ. ഒരു കാരണവശാലും ഭാര്യമാരുമായിട്ട് ലൈംഗികബന്ധം പുലർത്താൻ പാടില്ല, ഒരു കാരണവശാലും. ഹജ്ജായാലും ഉംറയായിരുന്നാലും അത് ചെയ്താൽ മറ്റുള്ളതൊക്കെ നമുക്ക് ആടിനർത്തിട്ടോ വേറെ നിലക്കൊക്കെ പരിഹരിക്കാം. ഇത് പരിഹരിക്കാൻ പറ്റൂല. ഇതിന് കടുത്ത പ്രായശ്ചിത്തങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നാമല് ബാത്തിലാവും, പിറ്റത്തെ പോലെ ചെയ്തിരിക്കണം. ഹജ്ജിലെങ്ങാനും അങ്ങനെ ചെയ്തു പോയാൽ ഹജ്ജ് ബാത്തിലാവും. വേറെ ഹജ്ജ് അല്ലാതെ അതിന് ഒരു നിർവാഹമില്ല. എന്നാൽ തന്നെ അതിന് പ്രായശ്ചിത്തം വേറെ കൊടുക്കുകയും വേണം, ഒട്ടകത്തിന് അറുത്തിട്ട്. അപ്പം അത്രയും ഗൗരവമുള്ളൊരു കാര്യം എന്തിനാണ് അല്ലാഹു തആല കർക്കശാക്കിയത്? അല്ലാഹു തആല നിങ്ങൾ അധികം ആളുകളും ഭാര്യമാരെ കൂടെയാണ് ഹജ്ജിന് പോകുക, ഫാമിലി ആയിട്ട്. അപ്പം എന്നിട്ട് അവരെ അല്ലാഹു തആല കൺട്രോൾ ചെയ്യാണ്, അനങ്ങാൻ പാടില്ല. ഭാര്യയും ഭർത്താവൊക്കെ ഉള്ളത് ശരി തന്നെ, നിങ്ങൾ ഒന്നിച്ച് പൊയ്ക്കോളൂ ഇബാദത്തിന്. പക്ഷേ നിങ്ങൾ സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ളവർക്ക് ലൈംഗിക ബന്ധം പുലർത്താൻ പാടില്ല. പിടിച്ചു വെക്കല്ലേ അല്ലാഹു തആല. അതായത് അതൊരു ജീവിതത്തിൻ്റെ സുഖാസ്വാദനമാണ്. ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ അത് ആവശ്യമൊന്നുമല്ലല്ലോ. പക്ഷെ അതെന്താണ്? ഒരു സീനത്താണ്. ഭാര്യ ഉണ്ടാകുക, ബന്ധം പുലർത്താനുള്ളത് അവരുടെ സീനത്താണ്, ഒരു സുഖാസ്വാദനമാണ്, തമത്വമാണ്. ആ സുഖാസ്വാദത്തിന് കർക്കശമായിട്ട് ചെയ്യാൻ പാടില്ല. എന്തേ അല്ലാഹു തആല ഇത് കർക്കശാക്കിയത്? ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾ അവൻ്റെ മോഹങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ ഒരു വിലയും കൽപ്പിക്കാൻ പാടില്ല. കാരണം എല്ലാ മോഹങ്ങളെയും ഉപേക്ഷിച്ച ഇബ്രാഹിം നബിയുടെ അരികിലേക്കാണ് പോകുന്നത്, ചരിത്രഭൂമിയിലേക്കാണ് പോകുന്നത്. എന്തും ഉപേക്ഷിക്കാൻ തയ്യാറായ, അല്ലാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി സർവ്വൊഴിച്ച ഇബ്രാഹിം നബിയുടെ ആ ചരിത്രത്തിലേക്കല്ലേ പോകുന്നത്. പിന്നെ നമ്മൾ ഈ നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കതില്ലാഞ്ഞാൽ പറ്റൂല, എനിക്കതില്ലാഞ്ഞാൽ പറ്റൂല, ഹജ്ജിന് പോകുക എണ്ണടാൻ പറ്റൂല, എനിക്ക് എണ്ണടാതെ പറ്റൂല, അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്കതൊക്കെ പറ്റുമല്ലോ, എല്ലാം പറ്റും. അള്ളാഹ് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് പറ്റും എന്ന് തെളിയിക്കാൻ തന്നെയാണ്. അല്ലാതെ അല്ലാഹു തആലാക്ക് പ്രത്യേകിച്ചൊരു സംഗതിയില്ല. നിങ്ങൾ എത്ര പൂശിയില്ല, റബ്ബിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സംഗതിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ
ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. ഇതൊക്കെ നമുക്ക് മംനൂആണ്, പാടില്ലാത്തതാണ്. ഈ സംഗതി ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ അതേ വിഷയം, സംസാരം 100% കൺട്രോൾ ചെയ്തിരിക്കണം. ഹജ്ജിൻ്റെ ഇഹ്റാമിലാണ് എന്നുള്ള ബോധത്തോടെ അല്ലാതെ ഒരു വാക്ക് വായിൽ നിന്ന് വരാൻ പാടില്ല. അത് ശ്രദ്ധിച്ചോളണം. കാരണം യാത്രകളിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പല ബുദ്ധിമുട്ടുകളുണ്ടാവും. നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരുപാട് ടൈം നിൽക്കേണ്ടി വന്നു എന്ന് വരും. ഇപ്പോൾ പ്രൊസീജിയറൊക്കെ വളരെ എളുപ്പമായതുകൊണ്ട് പണ്ടത്തേതുപോലെയല്ല. പണ്ട് ജിദ്ദയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം എയർപോർട്ടിൽ നിന്നിട്ടേ കടലാസൊക്കെ ക്ലിയറായി കിട്ടി മക്കയിലേക്ക് വിടുള്ളൂ. ഇപ്പോൾ അത് അരമണിക്കൂർ കൊണ്ട് ചെയ്യാനുള്ള കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചാൽ കമ്പ്യൂട്ടറാണ് ഡൗൺ ആവില്ലേ? ഞങ്ങളൊക്കെ പോയിട്ട് അങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്. ബാർകോഡ് കിട്ടണില്ല അവർക്ക്, എങ്ങനെ നോക്കിയിട്ട് ആകെ കുടുങ്ങി. ഒരു പാസ്പോർട്ട് അവർക്ക് പഴയ കാലത്താണ് എഴുതായിരുന്നു. ഇപ്പോൾ അവർ കമ്പ്യൂട്ടറൈസ് ടൈമിൽ ബാർകോഡ് ഉണ്ടാവും. ഇത് അവരെന്ത് ചെയ്യാനാണ്, അതിൻ്റെ ഇൻഫ്രാറെഡ് ലൈറ്റ് അടിച്ച് കണ്ടത് ഫീഡ് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഇനി സാധനം വർക്ക് ചെയ്യണില്ല. എന്നിട്ട് അതിമിൽ ചുയിപ്പായിട്ട് എത്രയോ മണിക്കൂർ എയർപോർട്ടിൽ ഒരു വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ കുടുങ്ങി പോയിട്ടുണ്ട്. ഇത്രയുള്ള സംഭവം അല്ലാഹു തആല വിചാരിച്ചാൽ പോലെ കമ്പ്യൂട്ടറിൻ്റെ ബാർകോഡ് കിട്ടാതായ പോരെ ബസ്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ യാത്രകളിലാണ് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുക. നിസ്കാരമൊക്കെ ഇപ്പോൾ ഈ യാത്രയിൽ തന്നെ ഉണ്ടാവുക. നിസ്കാരം പിന്നെ നിങ്ങൾക്ക് മുസാഫിരീങ്ങളായതുകൊണ്ട് സൗകര്യങ്ങളുണ്ട്. നിസ്കാരം ജംഉം ഖസ്റുമായിട്ട് നിസ്കരിക്കാം യാത്രയിലുള്ള സമയത്തോളം. അതായത് ളുഹറും അസ്റും വീട്ടിൽ നിങ്ങൾ പോകുന്നു, പിന്നെ എയർപോർട്ടിലെത്തി, ളുഹറിൻ്റെ ടൈമായാൽ നിങ്ങൾക്ക് ളുഹർ അസ്റും കൂടി ഒരു നേരത്തെ നിസ്കരിച്ചാൽ മതി. ഒന്നിച്ചാണ് നിസ്കരിക്കുക. ളുഹർ ആദ്യം നിസ്കരിക്കുമ്പോൾ തന്നെ കരുതുക അസ്റും ഞാൻ ഇതിൻ്റെ കൂടെ ജമ്മാക്കാണെന്ന് കരുതിയാൽ മതി. അപ്പം ളുഹർ നിസ്കരിച്ച ഉടനെ അസ്റും നിസ്കരിക്കുക. ആ നിസ്കാരം തന്നെ 2 റക്അത്ത് മതിയാണ്, ഖസ്റാക്കാണ്. അപ്പോൾ ളുഹർ 2 റക്അത്ത്, അസ്ർ 2 റക്അത്ത്. അതേ പ്രകാരം തന്നെ മഗ്രിബിൻ്റെ ടൈമായി. ഇപ്പം നിസ്കരിക്കാൻ സൗകര്യമൊന്നുമില്ല, ശരി എന്നാൽ ജിദ്ദയിൽ പോയിട്ട് നിസ്കരിക്കാൻ മതി. ജിദ്ദയിൽ രാത്രി 12 മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങും, അവിടെ ചെന്ന് നിസ്കരിച്ചാൽ മതി. ഇവിടുന്ന് ബേജാറ് വെച്ച് നിസ്കരിക്കണമെന്നില്ല. അപ്പം എന്ത് ചെയ്യണം, മഗ്രിബിൻ്റെ ഖളാഇൻ്റെ ടൈം ആകുമ്പോഴേക്ക് നിങ്ങൾ കരുതണം, മഗ്രിബ് ഏതായാലും ഞാൻ ഇശാൻ്റെ കൂടെ പിന്തിച്ച് നിസ്കരിക്കാമെന്ന് കരുതുക. അത് കരുതിയാൽ നിങ്ങൾക്ക് ജിദ്ദയിലെത്തിയതിൻ്റെ ശേഷം മഗ്രിബ് ഇശ ഒന്നിച്ച് നിസ്കരിച്ചാൽ മതി. ഇശ 2 റക്അത്ത് മതി, പക്ഷേ മഗ്രിബ് 2 റക്അത്ത് പറ്റൂല, അത് 3 റക്അത്ത് തന്നെ വേണം. പിന്നെ സുബഹല്ലേ ഉള്ളത്. സുബഹി നിങ്ങൾ ശ്രദ്ധിക്കണം. മിക്കവാറും നിങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടാവും ഏതെങ്കിലും എയർപോർട്ടിലോ ഒക്കെ ആയിട്ട്. ചിലപ്പോൾ ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ഫ്ലൈറ്റിലൊക്കെ ആയിപ്പോയാൽ സുബഹി കുടുങ്ങിപ്പോവും. ഫ്ലൈറ്റിൽ നിസ്കരിക്കാൻ വലിയ ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ സൗകര്യം ഉണ്ടാവും. എല്ലാ ഫ്ലൈറ്റിലും സൗകര്യം, ചെറിയ ഫ്ലൈറ്റുകളാണ് പതിവ് ആജമാരെ കൊണ്ടുപോകുന്നത്, അതിൽ സൗകര്യം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ സുബഹിൻ്റെ ആ ടൈമിൽ വഖത്തിൻ്റെ ബഹുമാനത്തിനെ കണക്കിലെടുത്തുകൊണ്ട് തൽക്കാലം തേമ്മം ചെയ്ത്, വെള്ളമൊന്നും കിട്ടൂല, തേമ്മം ചെയ്തിട്ട് ആ ഇരിക്കുന്ന സീറ്റിൽ വെച്ചിട്ടേ നിങ്ങൾക്ക് നിസ്കരിക്കാം. പക്ഷെ അത് മതിയാവില്ല, പിന്നെ ഖളാ വിട്ടുണ്ട്. എന്നാലും ആ വക്തിനെ നമ്മൾ ബഹുമാനിക്കുള്ളൂ. സുബൈൻ അത്രേ ചെയ്യാൻ കഴിയുള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഇരിക്കട്ടെ. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഇനി നിങ്ങളെ ഡോക്യുമെൻറ്റ്സൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങളെ പാസ്പോർട്ടിലൊക്കെ അടിച്ച് സീലൊക്കെ അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നേരെ നിങ്ങൾ മക്കയിലെ താമസ സ്ഥലത്താണ് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്താണ്, തെൽബിയത്തല്ലാണ്, വേറൊന്നുമില്ല. മക്കയിലെ താമസ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് വിശ്രമിച്ച് ചെറിയ ആഹാരങ്ങൾ എന്തെങ്കിലും കഴിച്ച്, ക്ഷീണം ഉണ്ടാവും, യാത്രൻ്റെ ക്ഷീണം. ഇനി നിങ്ങൾ ഈ ഉംറയുടെ അമലുകളിലേക്ക് നീങ്ങുകയാണ്. ഉംറൻ്റെ അമൽ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. ഇനി 3 ബാക്കിയുള്ളത്. തവാഫ് ചെയ്യണം, സഅയ് ചെയ്യണം, മുടി മുറിക്കണം. അപ്പോൾ തവാഫിന് നിങ്ങൾ പോവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, റൂമിൽ നിന്ന് വുളു എടുത്തിട്ട് വേണം പോകാൻ. ആദ്യമായിട്ട് ശരിക്കും കുളിച്ചിട്ട് പോകണം. പക്ഷെ എന്താ അറിയോ, ഇഹ്റാം ചെയ്ത് കണ്ടുള്ള ആ ആദ്യത്തെ കുളിയൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, വസ്വാസം ഉണ്ടാക്കും. അതൊക്കെ ശീലമായി വന്നിട്ടാണ്. 1-2 ഇഹ്റാമൊക്കെ തന്നിയമലൊക്കെ പോയി ചെയ്യുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ലാതാവും. അപ്പോൾ തൽക്കാലം അതിന് ബുദ്ധിമുട്ടണ്ട, വേഗം ഒരു ഉംറ ചെയ്ത് പൂർത്തിയാക്കലാണ് ആവശ്യം. അപ്പോൾ ഒന്ന് കുറച്ചു നേരം വിശ്രമിച്ച് ചെറിയ ആഹാരങ്ങളൊക്കെ എന്തെങ്കിലും കഴിച്ച് ഫ്രഷായി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഹറമിലേക്ക് പോകാൻ. പക്ഷെ ഒന്നു എടുത്തിട്ട് പോകണം. എന്തുകൊണ്ടെന്നാൽ ഹറമിൽ ഒന്നു എടുക്കാൻ എമ്പാടും സൗകര്യമുണ്ട്. പക്ഷെ അത് ആദ്യത്തെ പോക്കിൽ നിങ്ങൾക്ക് തിരഞ്ഞു കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒറ്റയ്ക്കല്ല പോണത്. ചിലപ്പോൾ നിങ്ങളെ കൂടെ 3 ആൾ 4 ആൾ 5 ആൾ ഫാമിലിയൊക്കെ ഉണ്ടാവും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ തിരക്കുള്ള ടൈമാണെങ്കിൽ ഒരാൾ ഒതുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ അരമണിക്കൂറിലായിരിക്കും പോയി വരാൻ. കാരണം ഒന്ന് കണ്ടുപിടിക്കണം. അണ്ടർഗ്രൗണ്ടിലാണ് ഈ ബാത്റൂം മുഴുവൻ, ഭൂമിക്കടിയിലാണ്. അതിൻ്റെ വഴി കണ്ടുപിടിക്കണം, അതാരോടെങ്കിലും ചോദിക്കണം. അവിടെ പോയാൽ തന്നെ കൊടും തിരക്കായിരിക്കും, ചിലപ്പോൾ ബാത്റൂം ഒഴിവുണ്ടാവില്ല, പല പ്രശ്നങ്ങളായി. അപ്പോൾ ഇവിടെ നിൽക്കണതിൽ നിന്ന് മുഷിയും ചെയ്യും. അയാൾ പിന്നെ തിരിച്ചു വരുമ്പോൾ വല്ല കണ്ടോളണമെന്നില്ല, വഴി തെറ്റാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒള്ളൊക്കെ എടുത്ത് റെഡി ആയിട്ട് പോകാം. എന്തുകൊണ്ടെന്നാൽ തവാഫ് ചെയ്യണമെങ്കിൽ നമസ്കാരത്തിന് ഷർത്തുകളുള്ളതുപോലെ ഒളു ഉണ്ടായിരിക്കൽ ഷർത്താണ്, നജസിൽ നിന്ന് ശുദ്ധമായിരിക്കൽ ഷർത്താണ്, ഔറത്ത് മറച്ചിരിക്കലും ഷർത്താണ് തവാഫിന്.
ഏത് തവാഫ് ചെയ്യുകയാണെങ്കിലും, ഇതിപ്പോൾ ഉംറൻ്റെ ഫറദായ തവാഫാണ്. ഇനി അതല്ല, ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വെറുതെ ഒറ്റയ്ക്ക് തവാഫ് ചെയ്യാം, വെറും സുന്നത്തായ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്ന മാതിരി തവാഫ് അങ്ങനെ ചെയ്യാം. അതിനൊക്കെ ഈ ഷർത്തുണ്ട്. എന്താണ് ഷർത്ത്? 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഒളു ഉണ്ടായിരിക്കുക. രണ്ടാമത്തേത് എന്താ ഞാൻ പറഞ്ഞത്, നജസിൽ നിന്ന് ശുദ്ധായിരിക്കുക, വസ്ത്രങ്ങളിലോ ശരീരത്തിൽ നജസില്ലാതിരിക്കുക. മൂന്നാമത്തേത് ഔറത്ത് മറച്ചിരിക്കുക. അപ്പോൾ പുരുഷന്മാർ തുണി ഉടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. തുണി ഉടുത്ത് ശീലമില്ലാത്ത ആളുകളുണ്ടാവും, അവർക്ക് തുണി ആദ്യമായിട്ട് ഉടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച സമയത്ത് ഉമ്മ തുണി ഉടുത്ത് അനീചായിട്ട് തന്നവർക്ക് ശീലം ഉണ്ടാവും. ഇപ്പോൾ അതല്ലല്ലോ, ഇപ്പോൾ കല്യാണം കഴിച്ച് കാണും ജീൻസായിട്ട് കൊടുക്കണത്. അപ്പോൾ അതുകൊണ്ട് ശീലമില്ലാത്തവർ ബുദ്ധിമുട്ടാവും. അതുപോലെ വലിയ വയറുള്ളവരും കുടുങ്ങും. തുണിയെടുത്ത് ശീലം പരിയുന്ന തുണി എടുക്കണ മാതിരി പള്ളൻ്റെ അടിയിൽ തുണിയെടുത്ത് അടിയിലൊരു ബെൽറ്റൊക്കെ കെട്ടി പൊക്കിൾ മേലെ ഉണ്ടാവും, ഔറത്ത് കാണും, പറ്റൂല അത്. അപ്പോൾ പൊക്കിളിൻ്റെ മേലെ ശരിക്കും തുണിയെടുത്ത് നന്നായിട്ട് ബെൽറ്റ് കെട്ടണം. ബെൽറ്റ് കെട്ടുന്നതിന് വിരോധമല്ല കേട്ടോ. ബെൽറ്റ് കെട്ടാം, വാച്ച് കെട്ടാം, ചെരുപ്പിടാം, ഷൂ ഇടാതിരുന്നാൽ മതി. ഷൂ പറ്റൂല, തൊപ്പി, അതുപോലെ തന്നെ കുപ്പായം, ബനിയൻ, ഇങ്ങനത്തെ സാധനമൊന്നും പറ്റൂല, ഷെഡ്ഡിയൊന്നും പറ്റൂല. ഒരു തുണി, ഒരു പുതപ്പ്, തുണിക്ക് ബെൽറ്റ് കെട്ടാം. ചെരുപ്പ് ഓപ്പണായ ചെരുപ്പാണെങ്കിൽ ഇടുന്നതിന് വിരോധമല്ല, വാച്ച് കിട്ടുന്നതിന് വിരോധമല്ല. അരിയിൽ ചില ആളുകൾ ക്യാഷൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനമുണ്ട്, തുണി കൊണ്ട് ഒരു ഓറണ്ടാക്കി കെട്ടാം, അത് കെട്ടാം, അതിനൊന്നും വിരോധമല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ധരിക്കാം. അപ്പം ആ തുണി നന്നായിട്ട് മുറുക്കി കൊടുക്കുക. ഒരു കാരണവശാലും തവാഫിൻ്റെ ഇടയിൽ ഔറത്ത് കീഞ്ഞു പോകരുത്. അവരെ നടക്കുമ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ മേൽഭാഗം കണ്ടുപോകരുത്. സ്ത്രീകൾ നല്ലോണം ശ്രദ്ധിക്കണം. വലിയ മഫ്ത ഇടാതിരുന്നാൽ തവാഫിൻ്റെ ഇടയിൽ മുടി കാണും, മുടി ഔറത്താണ്, അത് കാണിക്കാൻ പാടില്ല. അപ്പോൾ മുടി മറയുന്ന രൂപത്തിലുള്ള വലിയ മഫ്ത അവർ ധരിച്ചിരിക്കണം. കുപ്പായത്തിൻ്റെ കൈ താഴോട്ടാകരുത്. കാല് പൊങ്ങിയിട്ട്, പർദ്ദ പൊങ്ങിയിട്ട് പൈജാമല്ലാത്തവർക്ക് കാല് കാണും, അതൊന്നും കാണാൻ പറ്റില്ല. അവിടെ പല ആളുകളും പലതും ചെയ്യുന്നുണ്ടോ, അതൊന്നും നോക്കണ്ട. അവിടെ കാല് കാണുന്നവരുണ്ടാവും, മുടി കാണുന്നവരുണ്ടാവും, എല്ലാം കാണുന്നവരുണ്ടാവും. നിങ്ങൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുള്ളൂ തിരിഞ്ഞു നോക്കണ്ട. നമ്മൾ അവനവൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ ഇബാദത്താണ് നമുക്ക് പ്രധാനം. ഇത് വളരെ പ്രധാനമാണ്. അപ്പം തവാഫാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. തവാഫ് ചെയ്യാം. തവാഫ് അത് കഴിഞ്ഞിട്ട് സഅയ്. തവാഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയ തവാഫിൻ്റെ രൂപം ഞങ്ങൾക്ക് കാണിച്ചു തരാം. തവാഫ് ചെയ്യാൻ നിങ്ങൾ ഹറമിലേക്കാണ്ട് ഇറങ്ങുകയാണ്. ഒളു എടുത്ത് തയ്യാറായി ഹറമിലേക്ക് നിങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ റൂം നേരത്തെ പറഞ്ഞല്ലോ ഹമീദ് സാഹിബ്, നിങ്ങൾ ഏത് കാറ്റഗറി ആയിരുന്നാലും അത്യാവശ്യം ദൂരം അതിനുണ്ടാവും. കാരണം അടുത്ത് ബിൽഡിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ യാതൊരു നിർവാഹമില്ല. കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ, ഗ്രീൻ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട്. എന്തായിരുന്നാലും 1 കിലോമീറ്റർ നിങ്ങൾ കണക്കൂട്ടിക്കോളൂ. 1 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് നിങ്ങൾ വരുന്നത്. അവിടെ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണങ്ങൾ പൊളിക്കലും ഉണ്ടാക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴി നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം. പോരുമ്പോൾ അങ്ങനെ അടയാളങ്ങളൊക്കെ നോക്കുക, കൂടെയൊക്കെയാണ് ഈ പോകുന്നത് എന്നെങ്കിലേ നിങ്ങൾ തിരിച്ചു വരാൻ കഴിയുള്ളൂ. പിന്നെ ഒരു സംഘമായിട്ട് പോകുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ സംഘത്തിൻ്റെ ലീഡർമാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ കാർഡ് ഉണ്ടാവും, ഹോട്ടലിൻ്റെ പേരുള്ള കാർഡ്, ടെലിഫോൺ നമ്പർ. ആ കാർഡ് അവിടുന്ന് ചെന്നപാടനെ വാങ്ങിയിട്ട് നിങ്ങൾ കൂടുതൽ എല്ലാവരുടെ കയ്യിലും കൊടുക്കണം. അത് കയ്യിൽ വേണം. എവിടെയെങ്കിലും മിസ്സായി പോയാൽ ആ നമ്പർ കാണിച്ചു കൊടുത്ത് ആരും നിങ്ങളെ ബിൽഡിങ്ങിൽ കൊടുന്നാക്കി തരും. അത് വളരെ പ്രധാനമാണ്. പോകുമ്പോൾ വഴി നല്ലോണം ശ്രദ്ധിച്ചിട്ട് പോവുകയും വേണം. മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങൾ ബാബുസലാമിലൂടെ കടക്കൽ സുന്നത്താണ്. പക്ഷേ ബാബുസലാം എന്നുള്ളത് സഫാ മറവൻ്റെ ഭാഗത്ത് സഫയുടെയും മറവയുടെയും ഒത്ത നടക്കാനുള്ളത്. അപ്പോൾ ആ ഭാഗത്തിലൂടെ വരുന്നവർക്കാണത് സൗകര്യപ്പെടുക. നിങ്ങൾ ആദ്യമായിട്ട് പോകുന്നവർ താഴെ മിസ്ഫല ഭാഗത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബാബുസലാം പോകണമെങ്കിൽ ഹറം ചുറ്റി പോകണം. ഹറം പറഞ്ഞാൽ വലിയൊരു ഏരിയയാണ്, വലിയ കെട്ടിടമാണത് ഹറം. അപ്പോൾ അതിൻ്റെ ചുറ്റി പോകണം. അത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് പോയാൽ നല്ലതാണ് എന്ന് മാത്രം. അഥവാ ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് അസൗകര്യങ്ങളുള്ളവർ, നടക്കാൻ വയ്യാത്തവരുണ്ടാവും, കൂടെ വയസ്സായ ബല ഈ ഒരു ബാബുസലാമിൽ കിടക്കാൻ വേണ്ടി മാത്രം ഇത്രയും നടത്തി ബുദ്ധിമുട്ടാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് തവാഫ് ചെയ്യാൻ കഴിയില്ല. അപ്പം നിങ്ങൾ തൽക്കാലം മുന്നിൽ കാണുന്ന വാതിലൂടെ കടന്നാൽ മതി. കടക്കുമ്പോൾ മസ്ജിദുൽ ഹറാമിൻ്റെ വാതിൽ കടക്കുമ്പോൾ ഏതൊരു പള്ളിയിലേക്കും കടക്കുമ്പോൾ ചെയ്യുന്നത് പോലെ വലത്തെ കാല് വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് അല്ലാഹുമ്മ ഗഫിർ ലി ജമീഅ ദുനൂബി അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന ദിക്ർ ചൊല്ലിയിട്ട് കിടക്കുക. അത് നിങ്ങൾക്ക് അറബിയിൽ പറയാൻ കിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, അള്ളാഹുവേ എൻ്റെ എല്ലാ ദോഷങ്ങളും നീ എനിക്ക് പുറത്തു തരണം, നിൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ, കവാടങ്ങൾ നീ എനിക്ക് തുറന്നു തരണം തമ്പുരാനെ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മലയാളത്തിൽ നിങ്ങൾ പറഞ്ഞാലും മതി, അംദു സ്വലാത്തും ചൊല്ലിക്കാണ്ട്. എന്നിട്ട് നിങ്ങൾ വാതിലാണ്ട് കടന്നാൽ പിന്നെ ഇങ്ങനെ ചെല്ലാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് നടന്നാണ് ചെല്ലാണ്. കുറേ ആണ്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി ഒതുക്കുകൾ. പഴയ കാലത്തെ നമ്മളെ നടുമിറ്റുള്ള മാതിരിയാണ്. ചുറ്റുഭാഗത്തും വലിയ മസ്ജിദുൽ ഹറാമിൻ്റെ കെട്ടിടങ്ങളും മിനാരങ്ങളും, മധ്യത്തിൽ നടുക്കൊരു മുറ്റം, ഇതേമാതിരി. ആ മുറ്റത്തിൻ്റെ നടുക്കാണ് ഈ കഅബ ഉള്ളത്. അപ്പോൾ കുറച്ചാണ്ട് എത്തുമ്പോൾ നിങ്ങൾ കഅബ കാണും. ജീവിതത്തിൽ ആദ്യമായാണ് ഒരു പക്ഷേ നിങ്ങളത് കാണുക.
നാടാടെ പോകുന്ന ആളുകളാണെങ്കിൽ എത്രയോ കാലങ്ങളായി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വികാരമാണ്, എത്രയോ കാലമായി നിങ്ങളുടെ മോഹമാണ് ചിത്രങ്ങളിൽ മാത്രം കണ്ട് പരിചയിച്ച കറുത്ത നിറത്തിലുള്ള പട്ടുവസ്ത്രം ധരിച്ച, ഗോൾഡൻ കളറിൽ സ്വർണ്ണ ലിപികളെ കൊണ്ട് ഖുർആന്റെ ആയാത്തുകൾ മുകളിൽ എഴുതി വെച്ച ഗംഭീരമായ കഅബ ഷരീഫിന്റെ ആ ലളിതമായ കറുത്ത കെട്ടിടം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പോവുക തന്നെ ചെയ്യും. ആ സമയത്ത് എവിടെയാണോ ഉള്ളതെങ്കിൽ അവിടെ നിൽക്കാന്ന് വെച്ചാൽ ആ ഇറങ്ങിയ വഴിയിൽ നിൽക്കരുത്, കുറച്ചുകൊണ്ട് മാറി നിൽക്കുക. വഴി ആളുകൾക്ക് സൗകര്യപ്പെടുത്തണം. കുറച്ചും കണ്ട് മാറിയിട്ട് അവിടെ നിൽക്കുക. എന്നിട്ട് ആ കഅബ ഒന്ന് കൺകുളിർക്കെ കണ്ട്, പടച്ചവനെ എവിടെയാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്ന് നല്ലോണം ഒന്ന് മനസ്സിൽ കരുതിയിട്ടൊക്കെ തവാഫിന് ഇറങ്ങിയാൽ മതി. ഒരു നിമിഷം അവിടെ നിൽക്കുക. എന്നിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് അൽ ബൈത്തുൽ അതീഖ്, പുരാതനമായ ഭവനം എന്നാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിനാ. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ വരാൻ വേണ്ടി, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, ഇബാദത്തിന് തിരിഞ്ഞു നിൽക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഭൂമിയിൽ വെക്കപ്പെട്ട ഭവനം ലല്ലദീ ബിബക്കത മുബാറകാ, ബർക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ മക്കയിലുള്ള ആ കെട്ടിടമാണ്. ഫീഹി ആയാത്തും ബയ്യിനാത്ത്, അവിടെ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്, വ്യക്തമായ അടയാളങ്ങളുണ്ട്. മഖാമു ഇബ്രാഹീം, അതിൽപ്പെട്ടതാണ് മഖാമു ഇബ്രാഹീം. വമൻ ദഖലഹു കാന ആമിന, ആ വിശുദ്ധമായ പുരാതന ഭവനത്തിൻ്റെ അരികിലേക്ക് ആര് കടന്നു വന്നാലും അവൻ സുരക്ഷിതനായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഇത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്. ആ വിശുദ്ധമായ ഭവനമാണ് കണ്ണിലിങ്ങോട്ട് കാണുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഒന്ന് കരള് പൊട്ടും, ഉറപ്പാണ്, പൊട്ടാതിരിക്കൂല. നമ്മളൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ട്. ഹൃദയം ഇങ്ങോട്ട് പൊട്ടുവാടെ. എന്നിട്ട് കണ്ണുനീരൊഴുക്കിയിട്ട് അള്ളാഹുവിനോട് ദ്വാരിക്കണം. അതിന് ഭാഗ്യം തന്ന അള്ളാഹുവിനോട് എന്ത് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എന്ത് പൈസ ചെലവാക്കിയാലും വേണ്ടില്ല, ഇവിടെ എത്തിയല്ലോ. സുബ്ഹാനല്ലാഹ്, ഇതിന് തൗഫീഖ് തന്ന അള്ളാഹുവിനോട് നന്ദിയായിട്ട് കരഞ്ഞ് ആ സമയത്ത് നിങ്ങൾ ദ്വാരന്നാൽ അള്ളാഹു തആല അപ്പത് സ്വീകരിക്കും. നിങ്ങൾ ആവശ്യങ്ങൾ പറയാം. അവിടെ പ്രത്യേകം ദുആയുണ്ട്. ആ ദുആ ഹദീസിൽ വന്നിട്ടുണ്ട്. അത് അറിയെങ്കിൽ നിങ്ങൾ പുസ്തകം ഉണ്ടാവും കയ്യിലെങ്കിൽ അവിടെ നോക്കിയാണ്ട് ചെല്ലിയാൽ മതി. ആ ദുആ, അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബലദ ബലദുക വൽ ബൈത ബൈതുക വൽ അംന അംനുക വഹാദാ മഖാമുൽ ആയിദി ബിക മിനൻ നാർ അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതക്രീമൻ വതഅലീമൻ വമഹാബതൻ വബിറാ അല്ലാഹുമ്മ സിദ് മൻ ശറഫഹു മിമ്മൻ ഹജ്ജഹു വഅതമറഹു തശ്രീഫൻ വതക്രീമൻ വതഅലീമൻ വമഹാബതൻ വബിറാ എന്ന് തുടങ്ങുന്ന ദുആയുണ്ട്. അത് സൗകര്യമുള്ളവർ പുസ്തകം നോക്കിയിട്ട് ചെല്ലുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ദുആകളൊക്കെ നിങ്ങൾ നിർവഹിക്കുക. അതൊക്കെ ചെന്ന് അപ്പം എന്നിട്ടൊന്നൊരു ആശ്വാസമാകുക. എന്നിട്ടാണ്ട് ഇറങ്ങിയാൽ മതി. ഇറങ്ങി ചെല്ലാണ്. തവാഫിന് ഇറങ്ങി ചെല്ലാണ്. തവാഫിന് ഇത് ഉംറയുടെ ഫർലായ തവാഫ് ആയതുകൊണ്ട്, ഉംറയുടെ നിയ്യത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് നിയ്യത്ത് വെച്ചുകൊള്ളണമെന്നില്ല. തവാഫ് ചെയ്യുന്നത് നിയ്യത്ത് കരുതിയാൽ സുന്നത്താണെന്ന് മാത്രം. ഇനി അഥവാ അത് മറന്നു എന്ന് വിചാരിച്ചിട്ട് ബേജാറാകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. തവാഫിന് നിയ്യത്തുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ആ തിരക്കിൻ്റെ അടി കൂടെ മറന്നുപോയി എന്നെങ്കിൽ വിചാരിക്കേണ്ട. ഉംറയുടെ തവാഫ് ആയതുകൊണ്ട് അത് ഉംറൻ്റെ നിയ്യത്ത് നമ്മൾ ഇവിടുന്ന് ചെയ്തല്ലോ, അപ്പോൾ അതിൽ പെട്ടു. അപ്പം ഇനി അഥവാ ഓർമ്മ ഉണ്ടെങ്കിൽ ചെയ്താൽ സുന്നത്ത് കിട്ടുമെന്ന് മാത്രം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തവാഫ് എങ്ങനെയാണ് ഈ തവാഫ്? അത് ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഉംറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അമലുകളിൽ ഒന്നാണ് തവാഫ്, മറ്റൊന്ന് സഅയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ലളിതമായ രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരെ ഇവിടുന്ന് വരാം, അവിടെയാണ് ബാബു സ്ഥലം. അതിലൂടെ ഇങ്ങനെ കടന്നു വന്നാൽ ഇങ്ങോട്ട് നേരെ ഈ വാതിലിൻ്റെ മുന്നിക്കാനെത്തും. ചിലപ്പോൾ ഇത് നാനാഭാഗത്തും വഴിയുള്ളതാണ്. 95 വാതിലുണ്ട് മസ്ജിദുൽ ഹറാമിന്, 95 വാതിൽ. എല്ലാ വാതിലും നമ്പറും ഉണ്ട് കേട്ടോ. നിങ്ങളെ റൂമിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വാതിലിൻ്റെ നമ്പർ ഓർമ്മ വെച്ചാൽ മതി. ഇത്ര നമ്പർ വാതിലാണ് ഞാൻ കടന്നു വരുന്നത്. നമ്പർ 1 ബാബുൽ മലിക് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന 1-ാം നമ്പർ വാതിലാണ്. പിന്നെ ഇങ്ങനെ 1, 2, 3, 4 ആയിട്ട് 95 വരെ നമ്പർ ഉണ്ടായി. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കുക. പ്രധാനപ്പെട്ട വാതിലുകൾക്ക് പേരുമുണ്ട്. എല്ലാ വാതിലും പേരില്ല. 1 ബാബു മലിക് അബ്ദുൽ അസീസ്, ബാബു മലിക് ഫഹദ്, ബാബുൽ ഉംറ, ബാബുൽ മദീന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുകൾ. പേര് എല്ലാത്തിനും ഉണ്ടായിക്കോളണമെന്നില്ല. ഏതായിരുന്നാലും നിങ്ങൾ വരുന്ന വാതിലിൻ്റെ പേരും നമ്പറും ഓർമ്മിച്ച് വെച്ചോളൂ. നിങ്ങളുടെ റൂമിൻ്റെ സൈഡിൽ. എന്നാൽ പിന്നെ അതിലൂടെ നിങ്ങൾ പുറത്ത് കിടന്നാൽ നേരെ റൂമിൽ എത്തും ചെയ്യാം.
അപ്പോൾ ഏത് ഭാഗത്തിലൂടെ നിങ്ങൾ കടന്നു വന്നാലും ചിലപ്പോൾ അപ്പുറത്തൂടെ ആയിരിക്കും നിങ്ങൾ വരുന്നത്. ബാബു മലിക് ഫഹദിലൂടെയാണ് കിടക്കുന്നതെങ്കിൽ ആ സൈഡിൽ നിന്നാണ് വരിക, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് അവിടെ നിന്നാണ് വരിക. അത് വന്നാൽ ഈ പുറകിൽ ഇവിടെ എത്തുക. അപ്പോൾ കഅബൻ്റെ ഈ ഭാഗമേ കാണുള്ളൂ. ഏത് ഭാഗത്തു കൂടെ ഈ നാനാഭാഗത്തും ഇറങ്ങി വരും. ഏത് ഭാഗത്തൂടെ വന്നാലും തവാഫ് തുടങ്ങണമെങ്കിൽ ഇവിടെ വരണം. കാരണം എന്തുകൊണ്ട്? വാതിലുള്ള ഈ മൂലയിലാണ് ഹജറുൽ അസ്വദ്. ഇതുപോലെ ഉണ്ടാക്കിയത് കുറേ താഴെ പോയി, കുറച്ച് മേലോട്ട് വെക്കേണ്ടത്. ഹജറുൽ അസ്വദ് ഇവിടെ ഉണ്ടാകുക, മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ മൂലയാണ് വാതിൽ ഇവിടെയാണല്ലോ. വാതിലിൻ്റെ മുന്നിൽ കൂടെ വന്നാൽ ഈ കാണുന്ന ഈ മൂലയിമലാണ് ഹജറുൽ അസ്വദ് ഉണ്ടാവുക. അപ്പം നിങ്ങളത് മനസ്സിലാക്കി, ഇതാണ് ഹജറുൽ അസ്വദിൻ്റെ മൂല. അടയാളപ്പെടുത്തിയിരുന്ന കുറേ താഴെ പോയി എന്നുള്ളൂ, കുറച്ച് കൊണ്ട് മേലോട്ട് ആകേണ്ടതായിരുന്നു കാണാൻ വേണ്ടി. അവരതിൻ്റെ വാതിലിൻ്റെ ഉമ്മർപ്പടി കണക്കാക്കി, കുഴപ്പമില്ല. പഴയ കാലത്തൊക്കെ തവാഫ് ചെയ്യുന്ന ഈ ഏരിയ മത്താഫ്, അതിനാണ് മത്താഫ് എന്ന് പറയുക. തവാഫ് ചെയ്യുന്ന സ്ഥലം ഈ നടുമുറ്റം, അവിടെ ഈ ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് മാർബിൾമേൽ ഒരു കറുത്ത ലൈനിട്ട് കൊടുത്തിരുന്നു പണ്ട്. പക്ഷെ ആളുകൾ പിന്നെ ആ ലൈനുമേ തന്നെ തിരക്കൂട്ടി അവിടെ ഭയങ്കര തുക്കും ബഹളും ആളുകൾക്ക് ബുദ്ധിമുട്ടായപ്പോൾ ഇപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഹജറുൽ അസ്വദിൻ്റെ നേരെ നിന്നിട്ടാണ് തവാഫ് തുടങ്ങേണ്ടത് എന്നാണ് അതിൻ്റെ നിർബന്ധം. അത് നേരെ എന്നുള്ളത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലൊക്കെ നേരെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ലൈന് കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ടാണ് അത് മാറ്റിയത്. ലൈന് നിർബന്ധമൊന്നും അല്ലാതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കതിൻ്റെ സുന്നത്ത് ശരിയായ രീതി ഹജറുൽ അസ്വദിനെ ചുംബിച്ച് റസൂൽ അങ്ങനെ ചെയ്തിരുന്നത്. അള്ളാഹു റസൂൽ നേരെ വന്നിട്ട് ഹജറുൽ അസ്വദിനെ ചുംബിക്കും, എന്നിട്ട് എഴുന്നേറ്റിട്ട് തിരിഞ്ഞിട്ട് നടത്തം തുടങ്ങും. പക്ഷെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. കാരണം എന്തുകൊണ്ട്? ഭയങ്കര തിരക്കായിരിക്കും. അവിടെ ചുംബിക്കാനൊന്നും പോകാൻ അപ്പോൾ പറ്റില്ല. ഹജറുൽ അസ്വദ് ചുംബിക്കണമെങ്കിൽ പിന്നെ ഒഴിവുള്ള നേരത്ത് പാതിരാക്കോ ജനങ്ങൾ തിരക്കില്ലാത്ത സമയത്ത് പോയിട്ട് സെപ്പറേറ്റ് ചുംബിക്കലേ പറ്റൂ. തവാഫ് തുടങ്ങുന്ന സമയത്തുള്ള ഹജറുൽ അസ്വദ് ചുംബിക്കൽ തൽക്കാലം നടക്കൂല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനത്തെ ആളുകൾ ദൂരെ നിന്നിട്ട് കയ്യുകൊണ്ട് ഇഷാറത്താക്കലാണ് ചെയ്യുക. അപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ നേരെ തിരിഞ്ഞ് നിൽക്കുക. തവാഫ് ചെയ്യാൻ വരും എല്ലാവരും. നിങ്ങൾ 4-5 ആളുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ആ ഹജറുൽ അസ്വദിൻ്റെ നേരെ കയ്യങ്ങ് ചൂണ്ടുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കയ്യ് ചൂണ്ടുക. എന്നിട്ട് ആ കയ്യ് ചുംബിക്കുക. ഇത്ര ചെയ്യാൻ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ചുംബിച്ചു. അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടോ. ഇനിയിപ്പോൾ തവാഫ് തുടങ്ങണമെങ്കിൽ എന്ത് വേണം? നേരെ നിൽക്കണം, അറ്റൻഷനിൽ നിൽക്കണം. അങ്ങോട്ട് തന്നെ തിരിയാൻ പറ്റില്ല. ഹജറുൽ അസ്വദിൻ്റെ കൈ ചൂണ്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഹജറുൽ അസ്വദിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്, കഅബയിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. തവാഫ് ചെയ്യാൻ കഅബയിലേക്ക് തിരിയാൻ പറ്റൂല. തവാഫ് ചെയ്യുമ്പോൾ എപ്പോഴും കഅബ ഇടത് ഭാഗത്തെ ആകാൻ പാടുള്ളൂ, മുന്നോട്ട് പോകണം. നിസ്കാരത്തിന് കഅബയിലേക്ക് തിരിയുന്നത് പോലെ തവാഫിൽ കഅബയിലേക്ക് തിരിയാൻ പറ്റൂല. അപ്പം തിരിയൽ തുടക്കത്തിൽ മാത്രം. ഇപ്പം ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, പിന്നെ നേരെ നിൽക്കുന്നു, എന്നിട്ട് നടക്കന്നെ. അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതുക വൽ ബലദ ബലദുക വൽ അംന അംനുക വഹാദാ മഖാമുൽ ലാഇദി ബിക മിനൻ നാർ. اللهم اجعله حجا مبرورا وعمرة مقبولا وسعيا مشكورا وذنبا مغفورا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇവിടെത്തി. അപ്പോൾ തുടങ്ങിയ സ്ഥാനത്തെത്തി. അപ്പോൾ ഒന്നുകൂടി കയ്യുകൊണ്ട് ഇഷാറത്താക്കുക, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അതിന് അങ്ങോട്ട് തിരിയണമെന്നൊന്നുമില്ല. ആളുകൾ അവിടെ ഒന്ന് തിരിയുന്നുണ്ടാവും. ഓല് ചിലപ്പോൾ തുടങ്ങുന്ന പോലെ ആയിരിക്കും. അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അങ്ങോട്ട് തിരിയേണ്ട ആവശ്യമില്ല. തിരിച്ചില്ല, ഫസ്റ്റിൽ മാത്രം മതി. പിന്നെ അവിടെ എത്തുമ്പോൾ കയ്യോണ്ട് അതിലേക്കൊന്ന് ഇഷാറത്താക്കുക, ബിസ്മില്ലാഹി അല്ലാഹു. നേരെ പോകാനെ പിന്നെ അതെ അത് പറയാം. അപ്പോൾ കയ്യോണ്ട് ചുംബിക്കാം, എന്നിട്ട് വീണ്ടും നടക്കന്നെ. അതേ നടത്തും. ഇതിങ്ങനെ നടന്നിട്ട് രണ്ടാമത്തെ നടത്തും, ഇവിടെ എത്തും. അപ്പോഴും കയ്യോണ്ട് ഇഷാറത്താക്കും, പിന്നെയും നടക്കന്നെ. അങ്ങനെ നടന്ന് 7 വട്ടം ആയി എന്ന് ഉറപ്പാകുമ്പോൾ, പക്ഷെ ഇപ്പോൾ ലൈനില്ലാത്തതുകൊണ്ടൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ 7 ഉറപ്പാകണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം തുടങ്ങിയ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഉറപ്പാകാൻ മുന്നോട്ട് നടക്കുക. ഏറെക്കുറെ ഇപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങിയതെങ്കിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് നടന്നാൽ ഉറപ്പാകുമല്ലോ, അല്ലാതെ ആ പോയിന്റ് നിങ്ങൾക്ക് കിട്ടൂല. അപ്പം എന്ത് ചെയ്യുന്നത്? കുറച്ച് മുന്നോട്ട് തുടങ്ങി നിങ്ങൾക്ക് തോന്നുന്ന സ്ഥലത്തുനിന്നും കുറച്ച് മുന്നോട്ട് നടന്ന് 7 പൂർത്തിയായി എന്ന് ഉറപ്പ് വരുത്തണം. ഇത് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തവാഫ് കഴിഞ്ഞു. പക്ഷെ ആ തവാഫിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒന്ന്, ഈ നർത്തത്തിൻ്റെ അടിയിൽ കൂടി തിക്കോ തിരക്കോ വരുമ്പോൾ ഇങ്ങോട്ട് തിരിയാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയാതിരിക്കുക. ഈ പോക്ക് പോകണം. ഇടതുവശത്തായിരിക്കണം കഅബ ഷരീഫ് ഉണ്ടാകേണ്ടത്. പിന്നെ കഅബൻ്റെ വളരെ അടുത്തുകൂടി നടക്കും. ചിലപ്പോൾ ആളില്ലാത്തപ്പോൾ വളരെ അടുത്തുകൂടി ആയിരിക്കും. അപ്പം ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്യാറോ? വെറുതെ ഇങ്ങനെ ഇത് പിടിച്ചുകൊണ്ട് നടക്കും.
കഅബ തൊട്ടുകൊണ്ട് അങ്ങനെ നടക്കരുത്. കാരണം ഈ അടിയിലുള്ള പാതകം കഅബയിൽപ്പെട്ടതാണ്. അപ്പോൾ കൈ കഅബൻ്റെ ഉള്ളിലായി പോകും. ഒരു കാരണവശാലും കഅബൻ്റെ ഉള്ളിലാകാൻ പാടില്ല. തവാഫ് ചെയ്യുമ്പോൾ കഅബൻ്റെ പുറത്ത് തന്നെ തവാഫുള്ളൂ. അപ്പോൾ നമ്മൾ കൈ ഉള്ളിലായി പോകും. അതുപോലെ ഇവിടെ ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഉയരത്തിൽ ഒരു വളഞ്ഞ കെട്ട് കണ്ടില്ലേ, മാർബിളിൻ്റെ കെട്ടാണ്. അത് കഅബൻ്റെ ഭാഗം തന്നെയാണ്. ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു വളഞ്ഞ കെട്ട്. ആ വളഞ്ഞ കെട്ടിലെത്തുമ്പോൾ ഇത് ഇവിടെ ചെറുതാണെങ്കിലും ഒരാളുടെ ഇത്രയും ഉയരേണ്ടത് ഈ കെട്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ആളുകൾ വലിയ തിരക്കാകുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ല മാർബിളാണ്. അപ്പോൾ മുകളിൽ കയ്യച്ചാണ് ഇങ്ങനെ നടക്കും. അങ്ങനെയും നടക്കരുത്. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ ഗ്യാപ്പ് കിട്ടും, ചിലപ്പോൾ ഇതൊരു വഴിയാണ്, അതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് കിടക്കരുത്. തവാഫ് ചെയ്യും പുറത്തു കൂടെ തന്നെ പോകണം. ഇത്രയും കാര്യങ്ങളൊക്കെ തവാഫിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഒളു മുറിഞ്ഞു എന്ന് വെക്കുക. തവാഫിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒളു മുറിഞ്ഞാൽ, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം തോന്നി, ഇനി നടക്കാൻ കഴിയൂല എന്ന് തോന്നി, അല്ലെങ്കിൽ കൂടെ ഉമ്മ ഉണ്ട്, ഉമ്മാക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല, എന്നാൽ നിങ്ങൾ അപ്പം എവിടെയാണോ അത് സംഭവിച്ചാൽ അവിടെ നിന്ന് നിർത്തുക. എന്നിട്ട് പോയിട്ട് ഒന്നുകിൽ ക്ഷീണമുള്ളവർ പോയി വിശ്രമിക്കുക, ഒപ്പമുള്ളവരും വിശ്രമിക്കുക, ഒളു മുറിഞ്ഞവരും പോയി ഒളു എടുത്തു വരിക. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങിയാൽ മതി. തൽക്കുന്നതിനെ തുടങ്ങേണ്ടതില്ല. ആ സ്റ്റോപ്പ് ചെയ്ത സ്ഥാനത്തുനിന്ന് നിങ്ങൾക്ക് തുടങ്ങിയാൽ മതി. ഇനി നിങ്ങൾക്ക് സംശയമായി എത്ര ഇത് എത്തിയത്, 6 7 ഒരു പിടുത്തമില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാമല്ലോ. അതിന് ഒരു കാര്യങ്ങൾ ഇവിടുന്ന് കരുതൽ വേണം. എന്തെങ്കിലും ഒരു അടയാളം, ഒരു ചെറിയ മാല പോലത്തെ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. 7 മണി മാത്രമുള്ള ഒരു മാല, ഒരു നൂലുമേൽ 7 മണി ഉണ്ടായാലും അങ്ങനെ ഓരോന്ന് നീക്കിച്ചാൽ പോരെ, ടൈറ്റാക്കിയാൽ അത് കഴിയുമ്പോൾ പിടിച്ചാൽ മതി. അപ്പോൾ 7 ഉറപ്പാവും. അഥവാ സംശയിച്ചാൽ എത്രയാണോ നിങ്ങൾക്ക് ഉറപ്പുള്ളത് അത് പിടിച്ചിട്ട് ബാക്കി പൂർത്തിയാക്കുക. നിസ്കാരത്തിൽ റക്അത്ത് സംശയിച്ചാൽ എന്താ ചെയ്യൽ? അതല്ലേ, 6 ആണോ 7 ആണോ എന്ന് സംശയിച്ചാൽ 6 ആണോ 6 ഏതായാലും ഉറപ്പ് തന്നെയല്ലേ, 7 ആയിക്കണോന്നല്ലേ ഇപ്പോൾ സംശയമുള്ളൂ. ഒന്നുകൂടി ചെയ്താൽ മതി. ഇത്രയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള. ഒന്ന്, ഈ തവാഫിന് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾ ഈ മുണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇടേണ്ടത്. ആ പറഞ്ഞ വലത്തെ ചുമൽ ഒഴിവാക്കിയിട്ട് ഈ നമ്മൾ പുതപ്പുണ്ടല്ലോ അത് ഈ വലത്തെ ചുമലിൻ്റെ അടി കൂടി എടുക്കുക. എന്നിട്ട് മുകളത്തെ ഇടത്തെ ഇതിൻ്റെ മുകൾക്ക് ഇടുക. അപ്പം സൗകര്യം ഒരു മുണ്ട് കണ്ടി അങ്ങനെ തന്നെ മതി നിർത്താൻ. അതാണ് ഇത്ര പണിയേ ഉള്ളൂ. പക്ഷെ നമ്മൾ കെട്ടിക്കൊടുക്കണേണ്ടതെന്തോ ഒരു ഭയങ്കര സംഭവം ഒക്കെ തോന്നും. ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇങ്ങനെ ഇട്ടാൽ മനസ്സിലായി. അപ്പോൾ അതിട്ടുകാണിങ്ങനെ അത് ഇൽത്തിബാ, അത് സുന്നത്താണ്. പിന്നെ സഈൻ്റെ തവാഫിലും ഹജ്ജിൻ്റെ തവാഫൊക്കെ ഉള്ളൂ ഫർലായ തവാഫ്. അപ്പോൾ അതിൽ ആദ്യത്തെ 3 പ്രാവശ്യം ഒന്ന് ഇളകി നടക്കൽ സുന്നത്തുണ്ട്. പക്ഷെ അത് നിങ്ങൾ ആരോഗ്യസ്ഥിതിയും അവിടുത്തെ തിരക്കും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഒന്ന് സ്പീഡിൽ നടക്കുക. ആദ്യത്തെ 3 പ്രാവശ്യം റംല നടത്തുന്നതിന് പറയും സുന്നത്താണ്. പിന്നെ ഇതിലൊക്കെ ഒരുപാട് സുന്നത്തുകളുണ്ട്. എല്ലാം കൂടി ഞാൻ നിങ്ങളോട് പറയില്ല. ഒന്നെന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ചിലപ്പോൾ ചില ആശയക്കുഴപ്പങ്ങളുണ്ടാകും. അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവും കഴിവും അനുസരിച്ചുള്ള പ്രായോഗികമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ നല്ലോണം ഇത് ശരിക്കും അറിയുന്ന ആളുകളൊക്കെ ചെയ്തോളുകൊണ്ട് ഒന്നും കുറക്കണ്ട. ഞാൻ കുറക്കാനല്ല പറയുന്നത്. നിങ്ങളെല്ലാവർക്കും ഇനി അത് ഒരുപാട് ഇത് കേട്ടിട്ടേ അതും ചെയ്യണം ഇതും ചെയ്യണം എന്നെല്ലാം കൂടി പറഞ്ഞ് കേട്ടുകാണ്ട് എല്ലാം കൂടി തലയിൽ വട്ടം കറങ്ങിക്കാണ്ട് ഒന്നും നടക്കാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ തവാഫ് കഴിഞ്ഞല്ലോ, ഇനി എന്താ ചെയ്യാനുള്ളത്? തവാഫ് കഴിഞ്ഞാൽ ഇതാണ് മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞത്, ഇതിൻ്റെ മോഡൽ ഈ സാധനം. പക്ഷേ ഇതൊന്നുമല്ല മഖാം ഇബ്രാഹിം കേട്ടോ. മക്കത്ത് എന്നാൽ ഇതുപോലത്തെ സാധനം കാണും മഖാം ഇബ്രാഹിം, അതുമല്ല മഖാം ഇബ്രാഹിം. മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഒരു കരിങ്കല്ലാണ്. അത് 35 ഇഞ്ച് നീളവും വീതിയും ഉള്ള ഒരു 10-11 ഇഞ്ച് കനമുള്ള ഒരു കരിങ്കല്ലാണ്. ആ കരിങ്കല്ലിൻ്റെ മുകളിൽ 2 കാല് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെതാണ് പതിഞ്ഞതാണ്, 1 ഇഞ്ച് ആഴത്തിൽ. ആ കല്ല് അവിടെ ഉണ്ട്. അത് ഇതിൻ്റെ അടിയിലാണുള്ളത്, ഇതിൻ്റെ ഏറ്റവും അടിയിൽ, ഭൂമിൻ്റെ അടിയിലാണ്. ഇവിടെ അല്ല, ഇവിടെ നോക്കിയിട്ട് കാണൂല മക്കത്ത്. ഇവിടെ മഖാം ഇബ്രാഹിം ഉണ്ടെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ആ കല്ല് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു കൂടുണ്ടാക്കി വെച്ചതാണ്. ഇത് നല്ല പിച്ചളൻ്റെ ഗ്രില്ല്, അതിൽ നല്ല ഈ പിന്നെ സ്ഫടികത്തിൻ്റെ ഗ്ലാസ്സൊക്കെയാണ്. അത് പൊട്ട് അതിൽ കേടുവരൊന്നുമില്ല, അത്രയും ഭയങ്കര സ്ട്രോങ്ങിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. താഴെ അതിൻ്റെ ആ ഇതുണ്ടല്ലോ സ്റ്റെപ്പ്, അതിൻ്റെ ആ ഇരിക്കണ സാധനം, അതിൻ്റെ ഫ്ലോറ് അത് നല്ല ഗ്രാനൈറ്റ് കൊണ്ടൊക്കെ ഉറപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ ആ കല്ല് കാണും, കാൽപാദം പതിഞ്ഞതും കാണും. പക്ഷേ നമ്മളതിലൊരു കാര്യമുണ്ട്,
ഇത് അല്ലാഹു തആല ഖുർആനിൽ നേരെ പറഞ്ഞതാണ് മഖാം ഇബ്രാഹിം. 2 സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ ഓതിയ ആയത്തിലുണ്ട്, ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം. മക്കാ ഷരീഫിലെ കഅബയുടെ അരികിൽ നിങ്ങൾ പോയി നോക്ക്, അവിടെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമുണ്ട്, അത് മഖാമു ഇബ്രാഹിം ആകുന്നു. നിങ്ങളെ തലച്ചോറുകളെ പ്രകമ്പനം കൊള്ളിക്കേണ്ട ഒരു വിഷയമാണിത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം. 4000 കൊല്ലം മുമ്പ് ഒരു പ്രവാചകന്റെ കാല് കരിങ്കല്ലുമിൽ പതിഞ്ഞത് സാവൂനൊന്നല്ല, കരിങ്കല്ലുമിലാണ് പതിഞ്ഞിട്ടുള്ളത്. ഇത് അള്ളാഹിനെ പതിപ്പിച്ചിട്ട് കാത്തുവെച്ചതാണ് ഈ കാലഘട്ടം വരെ. അപ്പൊ ദുന്യാവിലെ അമ്പിയാക്കന്മാർക്ക് നടക്കാത്തൊരു സംഗതി ഇല്ലാന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു കരിങ്കല്ലും കാര്യം കാലങ്ങനെ പതിക്കാൻ കഴിയുമോ? സാധിക്കുമോ? ഇതെന്താ സംഭവം? ഇത് നിങ്ങൾ തലച്ചോറുകളെ പ്രകമ്പനം കൊള്ളിക്കണ്ടേ? ഇതിനല്ലേ നിങ്ങളോട് വരാൻ പറഞ്ഞത്? നിങ്ങൾ പോയി നോക്ക്. എന്തിനാ മക്കത്തേക്ക് വരുന്നത്? ഹജ്ജ് ചെയ്യാനൊരു കർമ്മം ചെയ്ത് ഇങ്ങോട്ട് പോരാണെങ്കിൽ അതുപോലത്തെ ഒരു പണി ഇവിടുന്ന് ചെയ്യാൻ പറഞ്ഞാൽ പോരെ? നിങ്ങൾ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ എല്ലാ നാട്ടിലും പള്ളി ഉണ്ടാക്കില്ലേ, അതുപോലെ കഅബ ഉണ്ടാക്കേണ്ട ഹജ്ജ് ചെയ്തോളൂ പറഞ്ഞാൽ പോരെ? അല്ല, നിങ്ങൾ അവിടെ വരണം, എങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ആയാത്ത് കാണാൻ പറ്റുള്ളൂ. 4000 കൊല്ലമായിട്ട് ആ കല്ല് കഅബ ഷരീഫിൻ്റെ ഉള്ളിൽ അള്ളാഹിൻ്റെ ഹബീബായ റസൂൽ വരുമ്പോൾ 360 വിഗ്രഹം അതിൻ്റെ ഉള്ളിലും പുറത്തു പോയിട്ടില്ലേ? റസൂലാണ്ട് കയറി ഇതിൻ്റെ മോൾക്ക്, ഈ വാതിൽ ഒരാളെ ഉയരത്തിലുള്ളത്, അയിമേൽക്കാണ് കയറി. അലി റളിയല്ലാഹുവിൻ്റെ ചുമല് പിടിച്ചിട്ടാണ് കയറി ഉള്ളിൽ പോയി. അലി റളിയല്ലാഹു കയറാൻ പറഞ്ഞു, നിസ്കരിച്ച് കണ്ടൊക്കെ. എന്നിട്ട് സകലം എടുത്തുകൊണ്ട് വലിച്ചെറിയാൻ പറഞ്ഞില്ല. അതിൻ്റെ ഉള്ളിലുള്ള വിഗ്രഹങ്ങൾ മുഴുവനും, പുറത്തുള്ള വിഗ്രഹങ്ങൾ മുഴുവനും വലിച്ചെറിഞ്ഞില്ലേ? റസൂലുള്ളാഹിന്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ദൈവങ്ങളെ തലക്കിങ്ങനെ മണ്ടക്ക് അടിച്ചിട്ട് പറഞ്ഞു, ജാ അൽ ഹഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം വെളിപ്പെട്ട് കഴിഞ്ഞു, ബാത്തിൽ തകർന്നു പോയി. ബാത്തിൽ അങ്ങനെ തന്നെയാണ്, തകരും, നിലനിൽക്കൂല എന്ന് പറഞ്ഞിട്ട് അത് അടിച്ച് പുറത്ത് വലിച്ചെറിഞ്ഞാണ് ആ വിഗ്രഹം മുഴുവനും. അന്ന് ഈ കല്ല് അവിടെ ഉണ്ടല്ലോ, റസൂലുള്ള അത് കണ്ടിട്ടില്ലല്ലോ. അള്ളാഹ് റസൂലല്ലേ അത് അവിടെ വെക്കാൻ പറഞ്ഞത് അല്ലേ? റസൂൽ അങ്ങനെ ഒരു കല്ലുള്ള വിവരം അറിയാതെ വിട്ടുപോയത് അബദ്ധവശാല്. ഒരു ഇബ്രാഹിം നബിന്റെ കാല് പതിച്ച കല്ല് എല്ലാവരും കൂടി ബഹുമാനിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു കല്ല് അവിടെ ഉപേക്ഷിച്ചു പോയതാണോ? അറിയാതെ, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ? അള്ളാഹ് പറഞ്ഞല്ലേ അതവിടെ നിൽക്കട്ടെ, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. കാരണം അത് ഇബ്രാഹിം നബിന്റെ കാല് പതിഞ്ഞ കല്ലാണ്. എങ്ങനെ കാല് പതിഞ്ഞത്? ഈ കഅബ ഷരീഫിന്റെ നിർമ്മാണത്തിന് വേണ്ടി അല്ലാഹു തആല ലിഫ്റ്റായിട്ട് ഉപയോഗിക്കാൻ വെച്ചു കൊടുത്ത കല്ലാണ്. ഇബ്രാഹിം നബി ആ കല്ലുമ കയറിക്കും, കല്ല് താനെ പൊങ്ങും, എന്നിട്ട് മുകളിൽ കല്ല് പടുക്കും, അത് താഴെ വരും. അപ്പം ഇസ്മായിൽ അലൈഹി സ്വലാം 2ാമത്തെ കല്ലെടുത്ത് കൊടുക്കും, അതുമായിട്ട് ഈ കല്ലുമ കയറി എന്നാൽ ഇത് ലിഫ്റ്റായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച കല്ലാണത്. ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അല്ലാഹു തആല ഖുർആനിൽ ഹബീബായ റസൂലിനോട് പറഞ്ഞു, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. നിങ്ങൾ ഈ മഖാമ് ഇബ്രാഹീമിനെ മുസല്ലയാക്കണം, അതായത് നിങ്ങൾ അതിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം. അപ്പോൾ അത് എപ്പോഴാണ് നിസ്കാരം? അത് സഹാബികൾക്ക് അറിയില്ലല്ലോ. അതിന്റെ വിശദീകരണം റസൂലുള്ളാഹി ചെയ്തതാണ്. റസൂൽ ഹജ്ജിന് വന്നപ്പോൾ, റസൂൽ ഉംറയ്ക്ക് വന്നപ്പോൾ ഉംറയുടെ തവാഫ് നിർവഹിച്ചിട്ട് ഈ കല്ലിന്റെ പിന്നിൽ പോയി നിന്നു. ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞാണ് നിന്നു, ഇങ്ങോട്ട് തിരിഞ്ഞാണ് ഈ ഇതിലേക്ക് തിരിഞ്ഞിട്ട്. അപ്പോൾ സഹാബികളെല്ലാം കൂടി പുറകിൽ റസൂൽ ചെയ്യുന്ന മാതിരി ചെയ്യലാണ് അവരെ പരിപാടി. റസൂൽ അങ്ങനെ തന്നെ അവരോട് പറഞ്ഞിട്ടുള്ളത്. ഹജ്ജിന് പോന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞറിയോ? ഞാൻ ഹജ്ജ് ക്ലാസ് എടുത്തു തരാമെന്നല്ല, റസൂല് പറഞ്ഞത്, ഞാൻ ഹജ്ജിന് പോകാണ്, ഖുദൂ അന്നീ മനാസികക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ അമലൊക്കെ എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കണമെന്നാ? പഠിക്കണമെന്നോ? അല്ല, ഖുദൂ എന്നാ പറഞ്ഞ. ഖുദൂ പറഞ്ഞാൽ പിടിച്ചെടുക്കണം. ഖുദൂ പിടിച്ചെടുക്കണം, നിങ്ങൾ ക്യാപ്ചർ ചെയ്യണമെന്നാ പറഞ്ഞത്, അല്ലാതെ പഠിക്കണം എന്നല്ല. അത് രണ്ടും വ്യത്യാസമല്ലേ? അത് ഞാൻ ചെയ്യും, അത് നിങ്ങൾ പിടിച്ചെടുത്തോളാം, അപ്പം പിടിക്കണം. അത് ഓരോ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്ന മാതിരി നമ്മൾ ചെയ്യുന്നൊക്കെ ഈ ക്യാമറ പിടിച്ചെടുക്കുന്നില്ലേ, അതുപോലെ എൻ്റെ അമല് മുഴുവൻ നിങ്ങൾ പിടിച്ചെടുക്കണം എന്നല്ലേ റസൂൽ പറഞ്ഞത്. അപ്പോൾ സ്വഹാബികൾ ഇങ്ങനെ നോക്കുകയാണ്, ഓരോന്ന് ചെയ്യുമ്പോൾ തവാഫ് എങ്ങനെയാണ്, സഅയ് എങ്ങനെയാണ്. തവാഫ് കഴിഞ്ഞ റസൂലുള്ള അതിൻ്റെ പിന്നെ പോയിക്കാണ്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ പോയിരുന്നു. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂൽ ആ ചെയ്ത പ്രവൃത്തിയെ റസൂലുള്ള തെളിയിക്കുകയാണ്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ, നിങ്ങൾ മഖാമ് ഇബ്രാഹീമിനെ മുസല്ലയാക്കണം. ആ ആയത്ത് ഓതിയിട്ടാണ് റസൂൽ നിസ്കരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ ആയത്തിൻ്റെ അർത്ഥം എന്താണ്? തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് അതിൻ്റെ പിന്നിൽ നിസ്കരിക്കണം എന്നാണ്. അതിനാണ് ആയത്ത്. മനസ്സിലായോ? അപ്പം അതാണ് ആ കല്ല്, അതിൻ്റെ പിന്നിൽ നിസ്കരിക്കണം. ആ തവാഫിൻ്റെ സുന്നത്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നിസ്കരിക്കണം. പിന്നിൽ വെച്ചാൽ തൊട്ട് പിന്നിലാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് കിട്ടിക്കോളണമെന്നില്ല, അവിടെ തിരക്കാണ്. ഇവിടെ ഇതിൻ്റെ ഈ അപ്പുറത്തുകൂടി ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ എടിയിൽ പോയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടായി നിസ്കരിക്കേണ്ട, അതിൻ്റെ പുറകിൽ എവിടെ നിന്നാലും ആ സുന്നത്ത് കിട്ടും. തിരക്കില്ലെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുക, അതാണ് അതിൻ്റെ ശരിയായ രീതി. അഥവാ ജനങ്ങൾക്ക് തിരക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യനും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാകരുത്.
നിങ്ങൾ ചെറിയൊരു സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടാക്കരുത്. തിരക്കുന്ന എപ്പോഴും ഒഴിവാക്കണം. നിർവാഹമില്ലാത്ത സമയത്ത് ചിലപ്പോൾ കുടുങ്ങിപ്പോകും. അല്ല, നമ്മൾ കരുതി കൂട്ടി പോയിട്ട് ഒരു തിരക്ക് കൂട്ടിക്കാണ്ട് ഒരു സുന്നത്തായ പണി ചെയ്യരുത്. അത് വലിയ കുറ്റകരമാണ്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആളുകളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബെഡൊക്കെ കെട്ടിയിട്ട് കയ്യോണ്ടേ ചെറുപ്പക്കാർ 8-10 ചെറുപ്പക്കാരിങ്ങനെ നിന്ന് അപ്പോൾ ഇങ്ങനെ ആൾക്കാരിങ്ങനെ തവാഫ് ചെയ്യുന്നവർ കാക്കൊക്കെ തവാഫ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അയാൾ നേരെ മുന്നിലും. അപ്പോൾ ഇവര് ബെഡം കെട്ടിയെന്നാണ്ട് ഒരാളെ നിസ്കരിപ്പിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന ആൾ വരുമ്പോൾ ഇയാളുടെ തള്ളാണ്ട് കൊടുക്കും, അയാളാണ് മറിഞ്ഞു പോകും. ആ സാധു എഴുന്നേറ്റ് കണ്ട് തവാഫ് തുടരും. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ഉമ്മാനെ നിസ്കരിപ്പിക്കുകയാണ് തവാഫ് കഴിഞ്ഞ് കണ്ട്. എന്നിട്ട് ജിദ്ദീന്ന് അതിനായിട്ട് വരും ആൾക്കാർ, ബറ്റാലിയൻ വരാണ്ട്, വല്യമ്മ ഹജ്ജിനുണ്ട് പറഞ്ഞു കണ്ട്, അല്ലെ അമ്മായിമ്മ ഹജ്ജിനുണ്ട്. എന്നിട്ട് വന്നിട്ട് ഇതൊക്കെ 8-10 ചങ്ങായിമാരൊക്കെ കൂട്ടി വന്ന് ബലം ഒന്ന് നിസ്കരിപ്പിച്ചാണ്ട് വിട്ടിട്ട് നാട്ടിലേക്ക് ഫോൺ ചെയ്യും, ഞാൻ ഉമ്മാനെ തവാഫ് ചെയ്താണ് നിസ്കരിപ്പിച്ചങ്ങനെ മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ. നല്ല കൂലിട്ടുന്ന പണിയല്ലേ ആ തവാഫ് ചെയ്യണ പോലെ മുഴുവൻ തട്ടിമറിച്ചിട്ട് കണ്ട്. അപ്പോൾ അതിനൊന്ന് കിടങ്ങേറിൻ്റെ പോകണം. ഓലോട് പറഞ്ഞാൽ മതി, മക്കൾ അവിടെ പോയിക്കാന്നുള്ളൂ, ഞാൻ പിന്നെ നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ എപ്പോഴും അനുഭവിക്കുന്ന ഞാൻ അതുകൊണ്ടാണ്, വെറുതെ പറയുന്നല്ല. കാരണം ഇത് ഈ ഫോൺ സൗകര്യം ഉള്ളതുകൊണ്ടേ വലിയ സംഗതി ഇപ്പോൾ അതാണ്. ബലാണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കണ്ടിരുന്നു, ഞാൻ അങ്ങനെ ആക്കിയിരുന്നു, ഞാൻ നാട്ടിലേക്ക് വിളിച്ച് പറയാം. അല്ലെങ്കിൽ ഇവിടുന്നാണ് ചോദിക്കും, അല്ല യാതൊരു വിവരമില്ല താത്താണ്ട് പോകുന്നിട്ട് കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് പേടിച്ചിട്ടാണ് ബല ഇതിന് വരണത്, ഈ ബറ്റാലിയനായിട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് പറഞ്ഞിരിക്കണം, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ആകണ്ട, ആശ്വാസത്തിൽ അവിടുന്ന് കുറച്ച് പുറകിൽ നിസ്കരിച്ചാൽ മതി, ഇങ്ങനെ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അജുറസ്വത് മുത്താൻ കൊണ്ടുപോകുക, ബാക്കിയുള്ളവരെ മുഴുവൻ തട്ടിമറിച്ചിട്ട് എല്ലാം കൂടി ഇവർ ശക്തി പ്രകടിപ്പിക്കുകയാണ്. അതിൻ്റെ സ്ഥലമൊന്നുമല്ലാതെ അവിടെ താഴ്മയുടെ വിനയത്തിൻ്റെ സ്ഥലമാണത്. അപ്പോൾ അവിടെ 2 റക്അത്ത് നിസ്കരിച്ചു, അൽഹംദുലില്ലാ, അത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള സഅയാണ്. അതിൻ്റെ ഇടയ്ക്ക് പണ്ടൊക്കെ സംസം കിണർ ഇവിടെ തന്നെ കേട്ടോ, ഈ മൂലക്കൽ ഈ ഹജറുൽ അസ്വദിൻ്റെ നേരെ ഇതുണ്ടല്ലോ, ഈ മഖാം ഇബ്രാഹിമിൻ്റെയും ഈ ഹജറുൽ അസ്വദിൻ്റെ അടയാളത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെയാണ് സംസം കിണർ. പക്ഷെ ഇപ്പോൾ അത് കാണൂല. അവിടെ ഇങ്ങനെ മാർബിൾമിൽ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ അടിയിലാണ് കിണർ. പണ്ടൊക്കെ നമ്മളത് കണ്ടിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ, ഈ തവാഫിൻ്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പം എന്ത് ചെയ്യും, സംസം കിണർ തൊട്ട് താഴെ അണ്ടർഗ്രൗണ്ട് വഴി ഉണ്ടായിരുന്നു, അന്ന് പോയിട്ട് വെള്ളമൊക്കെ കുടിച്ച് റാഹത്തായിട്ടാണ്. എന്നിട്ട് സംസം കിണറിൻ്റെ അടുത്ത് ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. അവിടുന്ന് ദ്വാരന്നിട്ടാണ് നമ്മൾ സഹി ചെയ്തിരുന്നത്. ഇപ്പം നിങ്ങൾക്കത് കാണാൻ കിട്ടൂല. അപ്പോൾ സംസം കുടിക്കൽ നല്ലതാണ്. ആ സമയത്ത് എൻ്റെ അവിടെ ഡ്രമ്മുണ്ടാവും, അതിന് വെള്ളം എടുത്തുകൊണ്ട് കുടിച്ചിട്ട് ഈ വഴി ഉണ്ടല്ലോ, ഇത് നേരെ പോകുന്നതാണ്ട് കയറിപ്പോയാൽ അവിടെ തന്നെയാണ് സഫാ മർവൻ്റെ സഫ. ഇനി അടുത്ത പരിപാടി അതാണ്. സഫാ മർവൻ്റെ ഇടയിൽ സഹി ചെയ്യലാണ്, നേരാണ്ട് പോവുക. അതിലാണ്ട് കയറി ചെന്നാൽ അവിടെ ഒരു ചെറിയ കുന്നാണ്. ഇത് ഈ പള്ളിൻ്റെ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്, വേറെ പുറത്ത് പുറത്ത് പോകുമൊന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയില്ല, അതൊരു കുന്നാണ് തോന്നാൻ പ്രയാസമാണ്. പള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടാക്കി വെച്ചതാണെന്നാണ് തോന്നുക, പക്ഷെ അല്ല, അത് ഒറിജിനൽ ഒരു കുന്നാണത്. അതിൻ്റെ ചുറ്റുഭാഗത്തും ഇപ്പോൾ കെട്ടിടങ്ങൾ വന്നു, മാർബിൾ കൊണ്ട് വിരിച്ചു, എല്ലാം കൂടി ആയപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവും, മനസ്സിലാവില്ല. പക്ഷെ എന്നാലും മനസ്സിലാക്കണം, അതാണ് സഫ എന്ന് പറയുന്ന കുന്ന്. ആ സഫയിൽ നിന്ന് മർവയിലേക്കുള്ള നടത്തം, മർവയിൽ നിന്ന് മറിച്ച് സഫയിലേക്കുള്ള നടത്തം 7 നടത്തങ്ങളുണ്ട്. അതാണ് സഅയ് എന്ന് പറയുന്നത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. അല്ലാഹു പറഞ്ഞതാണ്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, നിശ്ചയം സഫയും മർവയും അല്ലാഹുവിൻ്റെ ശിആറുകളിൽപ്പെട്ടതാണ്. അതിനെ ആര് ബഹുമാനിച്ചാലും അത് പുണ്യമാണെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ തഅലീം, ബഹുമാനാണ്, അതിനോടുള്ള ബഹുമാനം. അതാണ് അല്ലാഹു തആല ഫർളാക്കി. സഫയും മർവയും നിങ്ങൾ ബഹുമാനിക്കണം. എന്തുകൊണ്ടെന്നാൽ അത് സയ്യിദത്തുനാ ബീവി ഹാജർ റളിയല്ലാഹു അൻഹയുടെ പാദപതനമേറ്റ പുണ്യസ്ഥലമാണത്. അതിൻ്റെ മുകളിലാണ് ഹാജർ റളിയല്ലാഹു അൻഹയുടെ ഉരുകുന്ന മനസ്സുകൾക്ക് അല്ലാഹു തആല ഉത്തരം കൊടുത്തത്. ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നാണ്. നിങ്ങൾ ആ വേദനിക്കുന്ന മനസ്സോടെ വേണം നടക്കാൻ. അപ്പം ചിന്തിക്കണം, പടച്ചോനെ, ഒരു കാലഘട്ടം 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് വരണ്ട ഈ മരുഭൂമിയിൽ ഒരു ഉമ്മയും കുഞ്ഞും മാത്രം, വേറെ ആരുമില്ല. ഭർത്താവായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ ഇവിടെ വിട്ടിട്ട് ഫലസ്തീനിലേക്ക് തിരിച്ചുപോയി. ആ ഏകാന്തതയിൽ കുഞ്ഞിന് വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന ഒരു മാതാവിൻ്റെ വാത്സല്യം കൊണ്ട് ആ കുന്നുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോടമോടിയ മഹദിയായ സയ്യിദത്തുനാ ബീവി ഹാജർ റളിയല്ലാഹു തആല അൻഹായുടെ ത്യാഗത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളാ നടക്കുമ്പോൾ ഉണ്ടാകണം. അപ്പോൾ ഇവിടെ നിന്ന് കയറി വരിക, കഅബയിലേക്ക് തിരിഞ്ഞ് കുന്ന് കയറി വന്നാൽ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഒന്ന് ദ്വാരിക്കുക. പിന്നെ ദിക്റുകളുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ആ ബുക്കിലുണ്ട്. തവാഫിലുള്ള ദിക്റും സഅയിലുള്ള ദിക്റൊക്കെ ആ ബുക്കിലുണ്ട്. അതറിയുന്നവർ ചെല്ലാൻ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ദിക്റും ചെല്ലാം. തവാഫിലും അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് അറിയുന്ന എന്തും ചെല്ലാം, ഒരു വിരോധമില്ല. അതിൽ വന്ന ഹദീസിൽ വന്നാണ് ഇപ്പോൾ ഞാൻ നേരത്തെ ചെല്ലിയത്.
അത് നിങ്ങൾക്ക് ആ പുസ്തകത്തിലുണ്ട്, നോക്കിയാണ്ട് ചെല്ലാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് ദിക്റ്, ഏത് ദുആ, സ്വലാത്ത്, ഖുർആനോദ് എന്തും ചെയ്യാം. അതിനൊന്നും ഒരു വിരോധമില്ല, ഒന്നിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുറ്റമില്ല. പുണ്യമുള്ളത് ഹദീസിൽ വന്ന ദുആ ചെയ്യാൻ കഴിയുന്നവരത് ചെയ്യാം, ഇല്ലാത്തവരെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സഹിയിലും അങ്ങനെ തന്നെ. സഹിന് പിന്നെ ഒളു വേണമെന്നൊന്നുമില്ല കേട്ടോ. ഒളു മുറിഞ്ഞു വിചാരിച്ചാണ്ട് സഹി ചെയ്യാതിരിക്കണ്ട. തവാഫിനാണ് ഷർത്തുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? സഹി എന്നാൽ നടത്താണ്. അപ്പം നിങ്ങൾ സഫൻ്റെ മുകളിൽ നിന്ന് തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ. ഇതൊക്കെയാണ് ഇതിൽ ചെല്ലാനുള്ളത്. അതും ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ ആ കുന്നിങ്ങനെ ഇറങ്ങി വരിക. കുറച്ചാണ്ട് എത്തുമ്പോൾ അവിടെ ഇതൊരു ഇടനായികൻ്റെ മാതിരി കേട്ടോ ഈ ആ നടക്കണ സ്ഥലം. അപ്പുറത്തും പുറത്തൊക്കെ ചുമരും ബീമും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ കുറച്ചാണ്ട് എത്തുമ്പോൾ ഉണ്ടാവും ഒരു സൈഡിൽ, രണ്ട് സൈഡിൽ ഒരു തൂണ്, ഈ ചുമരിനോട് ചേർന്നിട്ടുള്ള ഈ തൂണ് പച്ച പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവും. അതിന് മുകളിൽ പച്ച ട്യൂബും ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ ഓടുന്നത് കാണും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് അങ്ങോട്ട് ആണുങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചൊന്ന് ഇളകി നടത്താം, നേരത്തെ പറഞ്ഞ മാതിരി. അത് കുറച്ചാണ് നടക്കുമ്പോൾ അവിടെ വേറെ ഒരു പച്ച തൂണ് ഉണ്ടാവും, അവിടെ വരെ ഉള്ളൂ. അത് ഒന്നായിട്ട് ഇളകി നടക്കണ്ട, ഒരു കുറഞ്ഞ സ്ഥലം, അതവിടെ അടയാളുണ്ട് പച്ച. അത് കാണും ആളുകൾ ഇങ്ങനെ ഓടുന്നത് കാണും. அவங்க പെരും ഓട്ടം ഓടാനല്ല, ഒന്ന് ഇളകി നടക്കുക എന്നേ ഉള്ളൂ. അത് സാധാരണ നടത്തം വിട്ടുകാണ്ട് ഒന്ന് സ്പീഡിൽ നടക്കുക എന്ന് മാത്രം. അതാണ്ട് കഴിഞ്ഞാൽ പിന്നെ നോർമലാണ്, പിന്നെ സാധാരണ പോലെ നടക്കുക. നടന്നിട്ട് അങ്ങേ കുന്നിൻ്റെ മുകളിലെത്തും, മറവൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു നടത്തായി. ഒരു സൈഡ് പോയാൽ തന്നെ ഒന്നായി. പിന്നെ നിങ്ങൾ അതേമാതിരി മടങ്ങി വരാൻ വേറെ വഴിയാണ്, അവിടെ തന്നെ ഉണ്ട്, അതിൽ കൂടെ ഇങ്ങോട്ട് മടങ്ങി വരാം. അപ്പോൾ ഇവിടെ വന്നാൽ 2 ആയി. ഇങ്ങനെ പിന്നെ ഒന്നുകൂടി പോയി വന്നാൽ 4 ആയി. ഒന്നുകൂടി പോയി വന്നാൽ 6 ആയി. പിന്നെ നിങ്ങൾ അങ്ങോട്ട് നടന്നാൽ മതി, ഇങ്ങോട്ട് മടങ്ങണ്ട. അപ്പം മറവയിൽ അത് അവസാനിക്കും. അപ്പോൾ 7 ആയി. 7 ആയി. അതിൻ്റെ മുകളിൽ വെച്ച് കാണുക നല്ലൊരു ദുആ. കാരണം ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ് അതൊക്കെ. ദുആയും കഴിഞ്ഞാൽ മുടി എടുക്കലിന് ഒറ്റ പണിയുള്ളത്. അത് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാം, റൂമിൽ വന്നിട്ട് എടുക്കാം. പക്ഷെ ഏതായാലും മുടി എടുത്തെങ്കിലേ നിങ്ങൾ ഇതിന്ന് ഒഴിവാകുള്ളൂ. ഇതിന്ന് ഒഴിവാകണമെങ്കിൽ മുടി എടുക്കണം. അപ്പോൾ അത് അവിടുന്ന് എടുക്കാം. അവിടെ സൗകര്യങ്ങളുടെ അല്ലെങ്കിൽ പോകുമ്പോൾ ഒരു ചെറിയ കത്തിരി കയ്യിൽ വെച്ചാൽ മതി. ആ കത്തിരി കൊണ്ട് പെണ്ണുങ്ങൾക്ക് 3 മുടി മുറിച്ചാൽ മതി, അറ്റം തല പിടിച്ചാണ് മുറിച്ചാൽ മതി. ആണുങ്ങൾക്ക് മുടി ഒന്നിച്ച് വടിക്കലാണ് നല്ലത്. ഇനി മുറിക്കുകയാണെങ്കിലും കിട്ടും. ഇനി കഴിയുന്നതും ഇപ്പോൾ ചെന്ന പാടെ തന്നെ ആദ്യത്തെ ഉംറയിൽ തന്നെ മുടിയാണ്ട് വടിക്കുക, നന്നായിട്ടാണ്ട് വടിക്കുക. അപ്പോൾ പിന്നെ ഹജ്ജിന് ചിലരിങ്ങനെ മുടി വടിക്കാൻ വേണ്ടിയിട്ട് കാത്തുക. അതെന്നാലും വടിക്കാം. വടിക്കാൻ മുടി വേണമെന്നൊന്നുമില്ല. ഒറ്റ മുടിയില്ലെങ്കിലും ചിലപ്പോൾ തീരെ മുടിയില്ലാത്തവനും വേണ്ട ദീന്ന് ഒഴിവായി കിട്ടണ്ടേ. അപ്പം എന്താ ചെയ്യുക? അതാ മൂർച്ചുള്ള സാധനം, ഒരു ബ്ലേഡോ ഒരു കത്തിയോ എന്തെങ്കിലും തലയിൽ ഇങ്ങനെ വെച്ചാണ് ഇങ്ങനെ വടിച്ചാൽ മതി. മുടി ഉണ്ടാകുക എന്നുള്ളതിൻ്റെ ആവശ്യമല്ല, തലയിലൂടെ കത്തി നടക്കണം എന്നേ ഉള്ളൂ. മുടിയുള്ളവർക്ക് മുടി കൊണ്ട് പോരുന്നു മാത്രം. ആ മുടിയുള്ള ആളുകൾ മുടി വടിക്കുക. അതിലൊക്കെ വലിയ സംഭവങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അല്ലാഹു തആല എന്തിനാണ് നമ്മളോട് മുടി എടുക്കാൻ പറഞ്ഞത്? മുടി റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞാലുള്ളത്, നിങ്ങൾ മുടി വടിക്കണം. അതേ ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും തഹല്ലുലാകാൻ, ഒഴിവാകാനുള്ള പണി. എന്നിട്ട് അള്ളാഹു റസൂൽ ദുആർന്നു, അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ, പടച്ചോനെ നിൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട്, നിൻ്റെ ആഗ്രഹം സാക്ഷാത്കരിച്ചുകൊണ്ട് ഹജ്ജോ ഉംറയോ ചെയ്ത് ഈ മുടിയെടുത്ത സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണം തമ്പുരാനേ എന്ന് പറഞ്ഞു. അപ്പോൾ തലയിലെന്തോ അസുഖം മറ്റുണ്ടായിട്ട് മുടി എടുക്കാൻ പറ്റാതെ വെട്ടിയ കുറച്ച് ആൾക്കാരുണ്ട്. അവർ പറഞ്ഞു, വലിൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്, റസൂലെ ഞങ്ങൾ വെട്ടിയാലാണ്, ഞങ്ങൾക്കും ദ്വാരക്കണം. റസൂലെ കേൾക്കാത്ത മാതിരി പിന്നെയും അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ എന്ന് ദ്വാരണം. അപ്പോഴും ബലി പറഞ്ഞു, റസൂലെ ഞങ്ങളും ഉണ്ട് കേട്ടാ വെട്ടിയോല്. റസൂല് പിന്നെയും അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, റസൂലെ മുഖസ്സിരീന യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കും തങ്ങളെ ദുആ വേണം. അപ്പം റസൂല് പറഞ്ഞ വലിൽ മുഖസ്സിരീൻ, വെട്ടിയോൽക്കുന്നു. എന്താ വെച്ചാൽ ഓല് ഉദറുണ്ടായിട്ട് അങ്ങനെ വെട്ടിയതാണ്, മടിയോണ്ട് ആയതല്ല, കരുതിക്കുട്ടി വെട്ടാന്നതല്ല, വടിക്കാന്നതല്ല അവർ. എന്നിട്ടും അല്ല റസൂൽ ദ്വാരക്ക അത്രയും പിന്തി. അപ്പോൾ ആ വടിക്കുന്നതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്ക്. എന്താ സംഭവം? ഒരു മനുഷ്യന് മുടി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടാണ്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലൊക്കെ അങ്ങനെ തന്നെയുള്ളൂ. ഈ മുടിക്ക് വേണ്ടി എത്ര ലക്ഷം മനുഷ്യന്മാർ ചിലവാക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട്ടെ വലിയ വ്യവസായം തന്നെ മുടി വെച്ച് കൊടുക്കലല്ലേ, എന്ത് കോടികളുടെ ബിസിനസ് അല്ലേ. അപ്പം മുടിനോടുള്ള താല്പര്യമുള്ളത്. എന്നിട്ട് അതിങ്ങനെ കണ്ണാടിൻ്റെ മുന്നിൽ സ്റ്റൈലാക്കി കൊണ്ടിട്ട് ഈ സാധനം പ്രിയപ്പെട്ടതാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് അള്ളാഹിൻ്റെ വജീന് വേണ്ടി വടിച്ചിട്ടാണ് വലിച്ചെറിയാൻ കഴിയുമെന്ന് അള്ളാഹ് നോക്കണത്. അത് തന്നെയാണ് അതിൻ്റെ തത്വം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി എനിക്ക് വേണ്ട എന്നാണ്ട് വെക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോന്ന്, അതാണ് അല്ലാഹു തആല നോക്കണത്. അപ്പോൾ അത് നടക്കണമെങ്കിൽ മുടി വടിക്കുക തന്നെ വേണ്ടേ? വടിച്ചാണ്ട് വലിച്ചെറിയണം. എന്ത് മുടി? അല്ലാഹു തആല കൽപ്പിച്ചു കൊടുത്ത് മുടിക്കാൻ വല്ലാത്ത കാര്യം. മുടി വടിച്ചാൽ ആളുകൾ കണ്ടാൽ മോശമല്ലേ, തല മൊട്ടത്തല കണ്ട ആ ചിന്തയൊന്നും അവിടെ ഇല്ല. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, അവർ മുടി വലിച്ചാണ്ട് വലിച്ചെറിയും. എത്ര വലിയ രാജാക്കന്മാരവിടെ വന്നിട്ട് മുടി വടിക്കണം. എന്നിട്ട് അപ്പോൾ നമ്മളൊക്കെ ആ മുടി വടിക്കാൻ, അത് കഴിഞ്ഞോടുകൂടി നിങ്ങൾ ആ അമല് തീർന്നു. ഇപ്പോൾ നിങ്ങൾ ഉംറ പൂർത്തിയായി,
ഞാനിത് ഇത്രയും വിശദീകരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഹജ്ജിലും തവാഫും സഅയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ പിന്നെ വേറെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഹജ്ജിൻ്റെ അമൽ കുറച്ചേ ഉള്ളൂ, അത് എളുപ്പത്തിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. നിങ്ങൾ മക്കത്തെത്തി ഉംറയും കഴിഞ്ഞു മുടിയും വടിച്ചോ റാഹത്തല്ലേ, നിങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് സാധാരണ പോലെ എണ്ണയൊക്കെ തേച്ച് അത്രയൊക്കെ പുരട്ടി സാധാരണ ഡ്രസ്സും തെച്ചാണ് സുഖയിക്കോളൂ. ഇനി നിങ്ങൾക്ക് ഹജ്ജിന് കുറച്ച് ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യും? ചില ആളുകൾ മദീനയിൽ പോകും, ഹജ്ജ് കമ്മിറ്റിക്കാരാണെങ്കിൽ മദീനത്ത് കൊണ്ടുപോകും. ചില ആളുകൾ പ്രൈവറ്റ് ഗ്രൂപ്പിൽ കൊണ്ടുപോകും. ചിലർ നേരത്തെ മദീനയിൽ പോകും, ചിലർ അവസാനം വെച്ചിട്ട് മദീനയിൽ പോകും. എങ്ങനെയായിരുന്നാലും ശരി, മദീനൻ്റെ വസ്തുതകൾ ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് അവസാനം പറഞ്ഞുതരാം. നിങ്ങൾ മദീനയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, തിരിച്ചു വന്നാലും പിന്നെ മക്കയിൽ തന്നെ. അപ്പം മക്കയിൽ നിങ്ങൾ ഹജ്ജ് വരെ, ഹജ്ജിൻ്റെ ടൈമാകുന്നത് വരെ സാധാരണ പോലെ ജീവിക്കുമ്പോൾ മക്കയിലെ പുണ്യസ്ഥലങ്ങളിൽ ഇബാദത്തുകൾ കൊണ്ട് ചെലവഴിക്കണത്. അനാവശ്യമായിട്ട് വേസ്റ്റ് സമയം കളയരുത്. നേരത്തെ അമീർ സാഹിബ് പറഞ്ഞ മാതിരി ഫസ്റ്റ് കാറ്റഗറി ആയ നല്ല സുഖമാണ്. എന്താണ്? എപ്പോഴും ഹർമ്മക്ക് പോകാം, എപ്പോഴും ഹർമ്മ പോയാൽ എപ്പോഴും ഇങ്ങോട്ട് പോരും ചെയ്യും. അത് തന്നെയാണ് കുഴപ്പം. ദൂരെയുള്ള ഹർമ്മക്ക് വന്ന അവിടെ ഇത്തികാഫിൻ്റെ കൂലിട്ടും സുന്നത്തിൻ്റെ കൂലിട്ടും വേറെ എവിടെയും പോകാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോ തോനെ കൂലിട്ടും അടുത്ത് നല്ല പൈസ ചിലവാക്കിയാണ് അടുത്ത് ബില്ലിങ് എടുത്തോൻ സലാഡ് വീട്ടാൻ നിൽക്കുകയാണ് ഇങ്ങോട്ട് പോരാൻ. എന്നിട്ട് റൂമിൽ എന്നിട്ട് പണി ഒന്നുമില്ല, വെറുതെ ആ ഹോട്ടലിൻ്റെ താഴെ ഇങ്ങനെ ഉത്തരനാണ്ട് സ്വർക്കും, അതിനെ വേറെ പണിയൊന്നുമില്ല മക്കത്ത് പോയിട്ട്. അപ്പോൾ ഭാഗ്യവാൻ ഏറ്റവും ലാസ്റ്റ് കാറ്റഗറി എടുത്തോലാണ് അസീസിയുള്ളൂ. ഓൽക്കാട് ഏറ്റവും അധികം ഹർബ് ഇബാദത്ത് ചെയ്യാൻ അവസരം കിട്ടുക. മറ്റവരിങ്ങനെ കാത്തുക്കലാണല്ലോ. ഇഖാമത്ത് കൊടുക്കണ്ടോ നോക്കും. ഇഖാമത്ത് കൊടുക്കുമ്പോൾ പാഞ്ഞ് ഓലൊക്കെ എടുത്താണ് പാഞ്ഞ് ഇന്ന് ലിഫ്റ്റിൻ്റെ എത്തിക്കും. എന്നിട്ട് ഈ ലിഫ്റ്റ് നോക്കിയാൽ കിട്ടുമോ? ഇത് 8-10 നിലയുള്ള ബിൽഡിങ്ങിൽ എല്ലാവരും കൂടി ലിഫ്റ്റിന് താഴെ ഇറങ്ങാൻ കഴിയില്ല. എന്നിട്ട് പിന്നെ ഇവൻ താഴെ ഇറങ്ങി ഹറമിൽ എത്തുമ്പോൾ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടോ? സാധിക്കും അങ്ങനെ സംഭവിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഹറമ് പരമാവധി ഉപയോഗിക്കുക. ഇബാദത്തുകൾ കൊണ്ട് കഴിയണത്ര. തീരെ പുറത്തിറങ്ങണ്ട, മറ്റുള്ള ആശ്വസിക്കേണ്ട എന്നല്ല പറയുന്നത്, പരമാവധി ഉപയോഗിക്കുക. അതെന്തൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് ഞാൻ സമയം കിട്ടിയാൽ പറഞ്ഞുതരാം. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഹജ്ജാണ്. ദുൽഹജ്ജ് 7-നാണ് ഹജ്ജ് സംബന്ധമായ കർമ്മങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ദുൽഹജ്ജ് 7-ന്. യഥാർത്ഥത്തിൽ ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് ഉച്ചൻ്റെ മുമ്പ് മിനയിലെത്തിയാൽ മതി, അതേ സുന്നത്തുള്ളൂ. കാരണം ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് മിനയിൽ താമസിക്കൽ സുന്നത്താണ്. 9-ൻ്റെ അന്ന് നമ്മൾ അറഫയിലേക്ക് പോകും ചെയ്യുമല്ലോ. പക്ഷേ മക്കയിലെപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ട്രാഫിക് ജാമും ബുദ്ധിമുട്ടും ജനത്തിരക്കും എല്ലാം കൂടെ ആയതുകൊണ്ട് ഇവർ 7-ന് തന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഒരാൾ ഹജ്ജിന് മിനയിലേക്ക് പോവുകയാണെങ്കിൽ ഹജ്ജിനും വേണമല്ലോ ഈ ഇഹ്റാം, അല്ലേ? ഉംറയ്ക്ക് നമ്മൾ മീഖാത്തിൽ തന്നെ ഇഹ്റാം ചെയ്തു, നാട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്തു. ഹജ്ജിന് എവിടുന്ന് ഇഹ്റാം ചെയ്യും? ഹജ്ജിന് മീഖാത്തില്ലേ? ഹജ്ജിനുണ്ട് മീഖാത്ത്, ഇതേ മീഖാത്ത് ഹജ്ജിനുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരാൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത് ഈ പറഞ്ഞ യമനിലെ സൗദിയിലെത്തുന്നതിന് മുമ്പാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇഹ്റാം ചെയ്യാൻ വേണ്ടി നാട്ടിൽ തന്നെ പോരാൻ പറ്റുമോ? മദീനത്തു നിന്ന് വരുന്ന ആളുകൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? മദീന കഴിഞ്ഞാൽ ഒരു 10-15 കിലോമീറ്റർ പോന്നാൽ അവിടെ ദുൽഹുലൈഫ എന്ന സ്ഥലമുണ്ട്, അബിയാർ അലിപ്പത്തെ, അവിടെ നിന്നാണ്. അത് മക്കയിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരെയാണ്. അവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. തായിഫ് വഴി വരുന്ന ആളുകൾ അവിടെ കർണുൽ മനാസിൽ പറഞ്ഞ സ്ഥലമുണ്ട്, തായിഫിൽ നിന്ന് കുറച്ചുകൊണ്ട് പോന്നാൽ മക്കത്തിൽ നിന്ന് 85 കിലോമീറ്റർ ദൂരെ, അവിടെയാണ് അവർ മീഖാത്ത്. അതുപോലെ ഈ എംബോയ് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ ജുഹ്ഫാറിൻ്റെ സ്ഥലമുണ്ട്, ബദർ പോകുന്ന വൈക്കൽ, അത് മക്കത്തുനിന്ന് 200 ചില്ലാൻ കിലോമീറ്റർ ദൂരെയാണ്, അതാണ് മീഖാത്ത്. ഇതാണ് ഹജ്ജിന് പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇഹ്റാം ചെയ്യേണ്ട മീഖാത്ത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? മക്കത്തുള്ളവർ അപ്പം ഇങ്ങനെ അഭിപ്രായം പറയും. അപ്പോൾ അടുത്ത റൂമേരനോട് ചോദിക്കുക, അല്ലെ നമുക്ക് ഇഹ്റാം ചെയ്യണ്ടേ? അപ്പം നമ്മൾ നേരത്തെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യേണ്ടി മസ്ജിദ് ആയിഷി പോകുന്ന അവിടെ പോകാറും ചിലർ. അപ്പം ചിലർ പോകും ഇഹ്റാം ചെയ്യാന്നല്ലേ, നമുക്ക് ഏതായാലും മസ്ജിദുൽ ഹറാം ഇവിടെ ഞാൻ അവിടെ പോകാറ്. ആകെ ആശയക്കുഴപ്പത്തിലോ. നിങ്ങൾ ചെയ്യേണ്ടത് മക്കത്ത് താമസിക്കുന്ന റൂമിലോ അല്ലെങ്കിൽ അവിടെ ലോഡ്ജിലോ താമസിക്കുന്ന ഒരാൾ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ ഇഹ്റാം ചെയ്യേണ്ടത് അവൻ്റെ റൂമിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ എവിടെയും പോകണ്ട. നിങ്ങളുടെ മീഖാത്ത് നിങ്ങൾ എവിടെ താമസിക്കുന്ന അവിടെ തന്നെ. അപ്പോൾ അവിടുന്ന് ഇഹ്റാം ചെയ്താൽ മതി. ഇഹ്റാം ചെയ്യാൻ ഒന്നുമില്ല, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നിയ്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പണിയൊക്കെ ഒന്ന് തന്നെ കുളിക്കുക, ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിക്കുക. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കുളിക്കണം, ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിക്കുക. എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക ഖിബലയിലേക്ക് തിരിഞ്ഞിട്ട്. ഹജ്ജിൻ്റെ സുന്നത്തായ ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ സുന്നത്തായ നിസ്കാരം നിസ്കരിക്കുന്നു. എന്നിട്ട് നിയ്യത്ത് ചെയ്യുക. എന്താ നിയ്യത്ത്? നവൈത്തുൽ ഹജ്ജ വ അഹറംതു ബിഹി ലില്ലാഹി തആല. അല്ലാഹു തആലക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി, അതിനുവേണ്ടി ഞാൻ ഇഹ്റാം ചെയ്യുന്നു. അതന്നെ. ഇനി അതല്ല നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്നുള്ള പേരും കൂടി കൂട്ടിയാൽ മതി. ഉപ്പാക്ക്, അല്ലെ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയുള്ള ഹജ്ജ്, അല്ലെ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയുള്ള ഉംറ, അല്ലെ എൻ്റെ വല്ലിപ്പാക്ക് വേണ്ടിയുള്ള ഹജ്ജ് വേറൊരാൾക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഒരു വ്യത്യാസമില്ല. ആ നിയ്യത്തിലൊരു ചെറിയ ചേഞ്ച്. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ സ്വന്തം പറയാം, അല്ലാഹു തആലക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി, അതിനു വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്യുന്നു. പിന്നൊന്നുമില്ല. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അപ്പം നിങ്ങൾ റൂമിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്നു. നിങ്ങളുടെ റൂമിൽ നിന്ന് നിങ്ങൾ ഇഹ്റാം ചെയ്യുന്നു.
ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റെഡിയായി ഇരുന്നാൽ മതി. ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഹജ്ജ് കമ്മിറ്റിയുടെ ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ആളുകൾ, ലീഡേഴ്സ് വാഹനവുമായിട്ട് നിങ്ങളുടെ റൂമിൻ്റെ മുന്നിൽ വരും. ആ വാഹനത്തിൽ കയറി നിങ്ങളെ മിനയിലേക്ക് കൊണ്ടുപോകും. ആ മിനയിലേക്ക് കൊണ്ടുപോകുന്നതിന് കൃത്യമായ ടൈമൊന്നുമില്ല. അത് എപ്പോഴും ആകാം. ചിലപ്പോൾ രാത്രിയാകാം, അല്ലെങ്കിൽ പാതിരാക്കാകാം, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകാം. അതൊന്നുമില്ല. അതിലിപ്പോൾ ഒരു സുന്നത്തുള്ളത് അടുത്ത ദിവസം ദുൽഹിജ്ജ 8, 7 ഇപ്പോൾ ഈ തിരക്കും ബഹളും ഒരുങ്ങലും പോകലൊക്കെ കേട്ടോ. ദുൽഹജ്ജ് 8 അന്ന് ളുഹറിൻ്റെ മുമ്പ് മിനയിൽ എത്തൽ സുന്നത്താണെന്ന് മാത്രം. ഇനി അഥവാ ഇൻ കേസ് ട്രാഫിക് ജാം കൊണ്ടോ മറ്റോ എത്താതായി പോയാലും അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സുന്നത്ത് കഷ്ടപ്പെടുന്നേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ പേരിൽ അസ്വസ്ഥരായിട്ട് എന്താ അവരിങ്ങനെ ചെയ്തത്, നമ്മൾ മിനയിലെത്തിയിട്ടില്ലല്ലോ, അവരൊക്കെ മിനയിൽ പോയി, വെറുതെ ഈ ആളുകൾ അസ്വസ്ഥരാവും ഒരു കാര്യമില്ലാതെ. അപ്പം അത്ര ടെൻഷനാകേണ്ട സംഭവമൊന്നും അതിലില്ല. പ്രധാനമായിട്ട് അറഫയിലെത്തലാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള സുന്നത്തുകളാണ് അതൊക്കെ. നിങ്ങളൊരു ദിവസം നേരത്തെ കൊണ്ടുപോകുന്നത് ട്രാഫിക് ജാമും ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ദുൽഹജ്ജ് 7 അന്ന് രാത്രി തന്നെ, വൈകുന്നേരം തന്നെ മിക്കവാറും മിനയിലെത്തും. അവിടെ നിങ്ങൾക്ക് നിശ്ചയിച്ച തമ്പുകളുണ്ടാവും. ആ തമ്പുകളിൽ നിങ്ങൾ അന്ന് അന്തി ഉറങ്ങും. മിനയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ 7 7, 8, 9, 10. 10 മിക്കവാറും മടങ്ങി നിങ്ങൾ റൂമിലെത്താൻ സാധ്യതയുണ്ട്. ചിലർ അതും എത്തൂല, മിനയിൽ തന്നെ താമസിച്ചിട്ട് 11, 12 കഴിഞ്ഞിട്ടേ മിനയിലെത്തുള്ളൂ, അല്ല റൂമിലെത്തുള്ളൂ. അപ്പോഴേക്ക് 6 7 ദിവസമാവും. അപ്പോൾ എന്ത് വേണം? അവിടെ ഉപയോഗിക്കാനുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങളൊരു കീശയിൽ കയ്യിൽ വെക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യ സാധനങ്ങൾ, കാരണം ഇനി റൂമിലെത്താൻ കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ ഒരു ജോഡി ഒമ്രാൻ്റെത് എക്സ്ട്രാ കരുതുക. പെണ്ണുങ്ങൾ 1 2 ഡ്രസ്സ് എക്സ്ട്രാ കരുതുക. സാധാരണ ഡ്രസ്സ് ഒരു ജോഡി അതും കരുതുക. കാരണം മിനയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ തഹല്ലുലായാൽ കുളിച്ചിട്ട് അവിടെ നിന്ന് ഡ്രസ്സ് മാറും. അപ്പോൾ നമുക്ക് മാറാൻ ഒരു നല്ല ഡ്രസ്സ് വേണമല്ലോ പെരുന്നാളിൻ്റെ ദിവസം, അത് കരുതുക. പിന്നെ ബ്രഷും പേസ്റ്റും, തസ്ബീമാല, മുസാഫ്, ഗൈഡുകൾ, ചൊല്ലാനുള്ള പുസ്തകം, ഗൈഡ്, ഇങ്ങനത്തെ അത്യാവശ്യ സാധനങ്ങൾ ഇതൊക്കെ കയ്യിൽ കരുതിയിരിക്കണം എന്നർത്ഥം. പിന്നെ മിനയിൽ പഴയതുപോലെയല്ല, ഇപ്പം നല്ല സൗകര്യങ്ങളാണ്. ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായാൽ അവരുടെ കാർപ്പറ്റിൽ വിരിക്കാമെന്ന് മാത്രം. ഇല്ലെങ്കിലും അവിടെ കാർപ്പറ്റ് ഉണ്ടാവും. ബെഡ്ഷീറ്റ് നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് കരുതിക്കോളും. അതുപോലെ എന്തെങ്കിലും തോർത്തുമുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, കുളിക്കാനുള്ള സാധനങ്ങൾ, ഇതൊക്കെ കരുതുക. നിത്യോപയോഗ സാധനങ്ങളൊക്കെ അത് കയ്യിൽ വെക്കണം, ഒരു കേസിലെടുത്തിട്ട്. എന്നിട്ട് ബസ് കയറിയാൽ മതി. മിനയിൽ നിങ്ങൾ അന്ന് എത്തിയാൽ 7 8 മിനയിൽ തന്നെയാണ്. അവിടെ പ്രത്യേകിച്ച് അമലുകളൊന്നുമില്ല, അവിടെ ഉണ്ടായാൽ മതി. പ്രത്യേകിച്ച് മിനയിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നൊന്നും. പിന്നെ 9 അന്ന് ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 9 എന്ന് പറയുന്നതാണ് അറഫാ ദിനം. ആ അറഫാ ദിനം രാവിലെയാണ് നിങ്ങൾ അറഫയിലേക്ക് പോകൽ സുന്നത്ത്, സുബഹിസ്കരിച്ചാണ്ട്. പക്ഷേ ബസ്സിന് കൊണ്ടുപോകുമ്പോൾ ഇതേപോലെ തിരക്കൊഴിവാക്കാൻ അവർ രാത്രി മുതലേ അറഫയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങളോട് രാത്രി ബസ് വരും പോകണമെന്ന് പറഞ്ഞാൽ പോവന്നെ. അത് നിങ്ങൾക്ക് ആരോഗ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ബസ്സിന് കാത്തിരിക്കണ്ട, അതിൻ്റെ ആവശ്യമല്ല. കുറച്ച് ദൂരമുണ്ട്, ഒരു 10-14 കിലോമീറ്റർ ഉണ്ടാവും. പക്ഷെ അത് നല്ല നിരന്ന സ്ഥലമാണ്, റോഡാണ്, ഒരു കയറ്റോ ഇറക്കോ ഒന്നുമില്ല. ആശ്വാസത്തിൽ നിങ്ങൾ രാവിലെ അങ്ങനെ സുബഹിസ്കരിച്ച് നടന്നാൽ ഒരു 10 മണിയാകുമ്പോഴേക്ക് സാവധാനത്തിൽ നടന്നാൽ തന്നെ നിങ്ങൾക്ക് അറഫയിലെത്താം. അറഫൻ്റെ ബോർഡുണ്ട് അവിടെ, വലിയ ബോർഡുകളാണ്, വലിയ ഗംഭീരമായ സൈൻ ബോർഡുകൾ. അറഫ സ്റ്റാർട്ട്സ് ഹിയർ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ടോ, അറഫ ഇവിടെ തുടങ്ങുന്നു. ആ ബോർഡാണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് മേലോട്ട് പോയിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിലോ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി അന്നത്തെ ദിവസം. അത്രേ ഉള്ളൂ സംഭവം. ബസ് കാത്ത് നിന്നാൽ ഈ നടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ആരോഗ്യമില്ലാത്തവർ പിന്നെ നിർവാഹമില്ല, തീരെ വയ്യാത്തവർ മുത്തവഫിൻ്റെ ബസ് പോയാൽ മതി. ഒരു വിധം പറ്റുന്നവരൊന്നും ബസ് കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ലാതെ രാവിലെ നിങ്ങൾ അറഫയിലേക്ക് തിരിക്കുന്നു. അറഫയിൽ എത്തിയാൽ ളുഹറോട് കൂടി അറഫയിൽ എത്തലാണ് അതിൻ്റെ സുന്നത്ത്. അപ്പം നിങ്ങൾക്ക് ളുഹർ നിസ്കരിച്ച് അറഫിക്കാണ് കിടക്കാം. ഇനി അതെല്ലാം നേരത്തെ അറഫയിൽ കടന്നു വിചാരിച്ച് കുറ്റമൊന്നുമില്ല. ഇനി ളുഹർ കഴിഞ്ഞിട്ട് കടന്നാലും കുറ്റമല്ല. പക്ഷെ അതിൻ്റെ ശരിയായൊരു സുന്നത്ത് അങ്ങനെയാണെന്ന് മാത്രം, റസൂൽ അങ്ങനെ ചെയ്തത് എന്നുള്ളത് കൊണ്ട്. അപ്പം അതിലൊന്നും നിങ്ങൾ ഒരു ബുദ്ധിമുട്ടാകേണ്ട സംഭവമല്ല. ആശ്വാസത്തിൽ നിങ്ങൾ അറഫയിലെത്തുന്നു. പ്രധാനപ്പെട്ട സംഗതി അൽ ഹജ്ജ് അറഫ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹജ്ജ് അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അതായത് അറഫയിൽ ആ സമയത്ത് വരാത്ത ഒരാൾക്ക് ഹജ്ജില്ല. ആ ദിവസം ദുൽഹജ്ജ് 9 ഉച്ചൻ്റെ ശേഷമുള്ള ഏതെങ്കിലും ടൈമിൽ, അത് കുറച്ച് വൈകിന്ന് വിചാരിച്ച് കുറ്റമൊന്നുമില്ല, അവിടെ എത്തിയിരിക്കണം ആ ദിവസം, അത്രയേ ഉള്ളൂ. അത് കുറച്ച് സമയം അവിടെ ഉണ്ടായാലും മതി. അതുകൊണ്ട് അന്ന് മക്കയിൽ ഹജ്ജിന് വന്ന ഏതൊരാളും ആശുപത്രികളിൽ ആണെങ്കിൽ പോലും
സൗദി ഗവൺമെൻറ് അയാൾക്ക് ബോധമുണ്ടോയെന്ന് നോക്കും. ബോധമുണ്ടോയെന്ന് എന്നാൽ അയാൾ അറഫയിൽ എത്തിച്ചിട്ടുണ്ടാവും ആംബുലൻസിൽ. കാരണം അയാൾക്ക് ഹജ്ജ് കിട്ടണല്ലോ. ഇത്രയും അയാൾ പിന്നെ പോയിട്ടുണ്ട് വരാൾ അത്ര എളുപ്പമല്ലല്ലോ. അറഫയിൽ എത്തിച്ചിരിക്കും. ബാക്കിയുള്ളതൊക്കെ സാരല്ല. അയാൾ മിനയിൽ പോയിട്ടില്ല, അയാൾക്ക് മിനയിൽ രാപ്പാർക്കാൻ പറ്റിയിട്ടില്ല, അയാൾ കല്ലെറിഞ്ഞിട്ടില്ല, അതൊന്നും വിഷയമല്ല. അതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യുക, ആടിന് അർത്ഥം കൊടുത്തുകൊണ്ട് പരിഹരിക്കാം. അറഫയിൽ നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് നിങ്ങൾ എന്ത് അർത്ഥം കൊടുത്താലും പരിഹരിക്കാൻ പറ്റൂല. അത് ഹജ്ജ് ബാത്തിലായി. പിന്നെ അടുത്ത വർഷം ഹജ്ജ് ചെയ്യൽ മാത്രമേ അതിന് പരിഹാരമുള്ളൂ. അപ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് ഹജ്ജ് നഷ്ടപ്പെടുന്ന സംഗതി ഉണ്ടെങ്കിൽ അതൊന്ന് മാത്രമേ ഉള്ളൂ, അറഫ. വേറെ ഹജ്ജിൻ്റെ ഏത് അമൽ നഷ്ടപ്പെട്ടാലും അതുകൊണ്ട് ഹജ്ജ് നഷ്ടപ്പെടില്ല. അതെന്ത് ചെയ്യാൻ പറ്റും? പരിഹരിക്കാൻ പറ്റും. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടെടുക്കാൻ പറ്റും. അത് ഒന്നുകിൽ പ്രായശ്ചിത്വം ചെയ്തിട്ട് അല്ലെങ്കിൽ ആ കർമ്മം ആവർത്തിച്ച് ചെയ്തിട്ട്. ഇപ്പം തവാഫ് ഹജ്ജിൻ്റെ ഫർളാണ്. നിങ്ങൾക്ക് ഹജ്ജിനായപ്പോൾ തവാഫ് ചെയ്യാൻ പറ്റില്ല, എന്താ ചെയ്യുക? ഒന്നുമില്ല, ഹജ്ജ് കിട്ടും. പക്ഷേ ആ തവാഫ് ചെയ്യണമെന്നെങ്കിലേ ആവുള്ളൂ എന്ന് മാത്രം. ആ തവാഫ് പിന്നെ നാട്ടിൽ നിന്ന് പോയി ചെയ്താലും മതി. പക്ഷെ അറഫയിൽ കാരണം അത് പിന്നെ പോയി ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് അറഫ കിട്ടിയില്ലെങ്കിൽ ഹജ്ജ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. വേറെ എന്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അത് പരിഹരിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാൻസ് ഉണ്ട്, ഇതിന് ചാൻസ് ഇല്ല. അപ്പോൾ ഹജ്ജിൻ്റെ ഫർളായ കർമ്മങ്ങളിൽ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് തന്നെ നഷ്ടപ്പെടുന്നതാണ് അറഫയിൽ നിൽക്കൽ. അതേപോലെ ഹജ്ജിൽ എന്ത് നിങ്ങൾ തെറ്റ് ചെയ്താലും കുറ്റം ചെയ്താലും, ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ മുടിയെടുത്തു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കുറ്റം ചെയ്തു, അല്ലെ അത്ര വരട്ടി, അതിനൊക്കെ പ്രായശ്ചിത്തങ്ങളുണ്ട് പലതും. അത് പ്രായശ്ചിത്തം ചെയ്ത് കണ്ട് ആ കുറ്റങ്ങളും ഒഴിവാക്കാം. പക്ഷെ ഒരു സംഗതി മാത്രം പ്രായശ്ചിത്തമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭാര്യമാരേറ്റ് ലൈംഗികബന്ധം പുലർത്തുക. അതുകൊണ്ട് ഹജ്ജ് ബാത്തിലായതിന് അതിന് വേറെ ഹജ്ജ് തന്നെ ചെയ്യണം, വേറെ അതിന് പരിഹാരമില്ല. പ്രായശ്ചിത്തം വേറെ കൊടുക്കുകയും വേണം. ഈ രണ്ട് സംഗതിയാണ് ഗൗരവമുള്ളത്. ഒന്ന്, അറഫയിൽ നിൽക്കാനുള്ള ഒഴിവാക്കാൻ പറ്റൂല. രണ്ടാമത്തെ, ഭാര്യമാരുമായിട്ട് ഒരു കാരണവശാലും ലൈംഗികബന്ധം പുലർത്തുക എന്നുള്ളത് ഹജ്ജിൻ്റെ എല്ലാ അമലും പൂർണ്ണമായി തീർന്നിട്ടല്ലാതെ പറ്റൂല. ബാക്കിയുള്ളതൊക്കെ നമുക്കെന്താണ്, പിന്നെ ഫ്ലെക്സിബിളാണ്. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി അതിനുണ്ടാവും. എന്ത് പോരായ്മ പറ്റിയാലോ അത് പരിഹരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് ഉണ്ടാവും. അതെല്ലാം കൂടി വിശദീകരിക്കാൻ പോയിട്ട് ടൈം കിട്ടൂല. നിങ്ങൾ എന്ത് ചെയ്യുക, അറിവുള്ള പണ്ഡിതന്മാരെന്തായാലും നിങ്ങളെ യാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, അവരുമായിട്ട് ഇത് കൂടി ആലോചിക്കുക. നമ്മൾക്കൊക്കെ നല്ല അനുഭവം ഉണ്ട്. മിനയിൽ ചെന്നാലും അറഫി ചെന്നാലും ആളുകൾ മസാല പൊതിയും. കാരണം ഒക്കെ സംശയമായിരിക്കും, എല്ലാവർക്കും സംശയമായിരിക്കും. അത് അധികം സംശയം ഉണ്ടാകണം എന്താണെന്ന് വെച്ചാൽ ഈ കൂടുതലായി കേട്ടിട്ടാണ്. അമിതമായിട്ട് വായിക്കുക, അമിതമായിട്ട് കേട്ടാൽ തന്നെ ആകെ ആശയക്കുഴപ്പത്തില്ല, അമിതമൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ ഒപ്പമുള്ളവർ വെറുതെ വസ്വാസം ഉണ്ടാകും. അല്ലെങ്കിൽ ജിദ്ദീന്ന് വന്ന ആൾക്കാർ, ഇവരാണ് ഏറ്റവും വലിയ ഫിത്തന ഉണ്ടാക്കൽ. എന്നിട്ട് ആകെ വസ്വാസം, പിന്നെ ആകെ ആശയക്കുഴപ്പത്തിലാവും. അപ്പോൾ അതിന് ഇടവരുത്തരുത്. നിങ്ങൾ വളരെ ലളിതമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയാൽ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല ഇൻഷാ അല്ലാഹ്. നിങ്ങൾ അറഫയിലെത്തി. അറഫയിൽ നിങ്ങൾക്ക് ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അറഫയിൽ ഉണ്ടാകലാണ് ഹജ്ജിൻ്റെ ഫർള് കേട്ടോ. നിങ്ങളൊന്നും ഉണ്ടിയില്ലെങ്കിലും ഹജ്ജ് കിട്ടും. പക്ഷെ അവിടെ പിന്നെ നിങ്ങൾ ഏതായാലും അറഫല്ലേ, ഏറ്റവും പുണ്യമേറിയ സ്ഥലമല്ലേ. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ ഹജ്ജത്തുൽ വിദാ, ഈ ശരീഅത്തിൽ ഹജ്ജ് ഫർളായതിൻ്റെ ശേഷം ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ചെറുപ്പത്തിൽ റസൂൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അത് പഴയ മില്ലത്തിലുള്ള ഹജ്ജ്, ഇബ്രാഹിം നബിൻ്റെ ഹജ്ജ്. നമ്മളെ ശരീഅത്തിൽ ഹജ്ജ് ഫർളാക്കിയതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. അത് അവസാനത്തെ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷത്തിലുള്ള ഹജ്ജാണ്. ആ ഹജ്ജിൽ അള്ളാഹിൻ്റെ ഹബീബായ റസൂൽ സ്വഹാബികൾ മുഴുവനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയത് അറഫയിലാണ്. ബാക്കിയുള്ളതൊക്കെ ഓരോ സമയത്ത് ഓരോരുത്തർ ഓരോന്ന് ചെയ്യും. എല്ലാവരും ഒന്നിച്ച് തവാഫ് ചെയ്യൽ നടക്കൂല, ഒന്നിച്ച് സഅയ് ചെയ്യൽ നടക്കൂല, ഒന്നിച്ച് കല്ലെറിയൽ നടക്കൂല, ഒന്നും നടക്കൂലല്ലോ. പക്ഷേ എല്ലാവരും ഒന്നിച്ച് ചെയ്യേണ്ട ഒരേ സംഗതി അറഫയിൽ നിൽക്കലാണ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹ്റോട് കൂടി മസ്ജിദുൻ നബവിയുടെ പള്ളി ഉണ്ട് അവിടെ ബോർഡറിൽ, അതിർത്തിയിൽ, അവിടെ എത്തി. അവിടുന്ന് റസൂലുള്ളാഹി നിസ്കരിച്ചു, അവരോട് പ്രസംഗിച്ചു, ഖുത്ബ ഓതി. എന്നിട്ട് മെല്ലെ അങ്ങോട്ട് കയറിപ്പോയി അറഫീക്ക്, ഉള്ളിക്ക് കയറി അറഫൻ്റെ ഏതാണ്ട് മധ്യഭാഗത്താണ് ജബൽ ഉർ റഹ്മാൻ എന്നൊരു പർവ്വതമുണ്ട്. ജബൽ ഉർ റഹ്മാൻ ചെറിയ കുന്നാണ്. റസൂലുള്ളാഹി അതിൻ്റെ താഴ്വാരത്ത് ചെന്നു. ആ പർവ്വതത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങിക്കാൻ റസൂലുള്ളാഹിക്ക് വയ്യ. കാരണം 63 വയസ്സായിക്കണമെന്ന്, ആരോഗ്യപരമായിട്ട് സാധിക്കൂല. ഒട്ടകത്തിനെ കൊണ്ടുപോയിട്ട് ആ പർവ്വതത്തിൻ്റെ താഴെ ഒരു പാറക്കല്ലുണ്ട്, അതിനോടുകൂടി ചേർത്ത് നിർത്തി. എന്നിട്ട് ഒട്ടകപ്പുറത്തുനിന്ന് ആ പാറക്കല്ല് നമുക്ക് കണ്ട് ഇറങ്ങി. ആ പാറക്കല്ലിൽ നിന്നുകൊണ്ടാണ് ലോകപ്രശസ്തമായ റസൂലുള്ളാഹിൻ്റെ പ്രസംഗമുണ്ടായത്. അവിടെ നിന്നാണ് ഹബീബായ റസൂല് പറഞ്ഞത്, സ്വഹാബികളെ, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം ഇനി ഞാൻ നിങ്ങളെ കണ്ടില്ല എന്ന് വന്നേക്കാം. അപ്പോഴാണ് അവിടുത്തെ കൂടെ ഉണ്ടായിരുന്ന 40,000 സഹാബികൾ പൊട്ടിക്കരഞ്ഞു പോയത്. അപ്പോഴാണ് അള്ളാഹിൻ്റെ ഹബീബായ റസൂൽ അവരോട് വസിയ്യത്ത് ചെയ്ത്, സ്വഹാബികളെ നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നിങ്ങളിൽ ഖുർആൻ ഉപേക്ഷിച്ചു പോകുന്നുണ്ട്, എൻ്റെ തിരുചര്യ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഖുർആനും തിരുചര്യയും മുറുകെ പിടിക്കണം. എന്നിട്ട് ഒരുപാട് ഉപദേശങ്ങൾ നൽകി. വലിയൊരു ഉപദേശമാണത്. അതിലാണ് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂൽ പറഞ്ഞത്,
നിശ്ചയമായിട്ടും നിങ്ങളിൽ അല്ലാഹുവിങ്കൽ ഉത്തമന്മാർ മുത്തഖീങ്ങളാണ്. ലാ ഫളല ലി അറബിയിൻ അലാ അജമിയിൻ ഇല്ലാ ബിത്തഖ്വാ കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. നിങ്ങൾ ആരും മേന്മ നടിക്കണ്ട. ഞാൻ അറബിയാണ്, മറ്റവൻ അനറബിയാണ്, ഞാൻ ആ തറവാട്ടുകാരനാണ്, ഞാൻ ഈ തറവാട്ടുകാരനാണ്, ഞാൻ വെളുത്തവനാണ്, മറ്റവൻ കറുത്തവനാണ് എന്നൊന്നും പറയണ്ട. ഒരാൾക്കും ഒരു പ്രത്യേകതയുമില്ല. ഇല്ലാ ബിത്തഖ്വാ, അല്ലാഹുവിനോട് തഖ്വയുണ്ടോ ഓന് പ്രത്യേകത ഉണ്ട്, ഓ മഹാനാണ്, ഓ നല്ലവനാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഒരു പ്രത്യേകതയില്ല. കുല്ലുക്കും മിൻ തുറാബ്, നിങ്ങൾ മുഴുവനും മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട. കുല്ലുക്കും മിൻ ആദം, നിങ്ങൾ മുഴുവനും ആദമിൻ്റെ മക്കളാണ്. ആദമു മിൻ തുറാബ്, ആദം ഈ മണ്ണിന്ന് പഠിച്ചതാണ്. നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണെന്നാണ് ആദമിനെ പഠിച്ചത്. ആ ആദമിൻ്റെ മക്കളാണ് നിങ്ങൾ. അപ്പോൾ ആരും വല്ലാതെ മേന്മയൊന്നും നടിക്കണ്ട. ഈ ചവിട്ടി നടക്കുന്ന മണ്ണിൽ നിന്നുള്ളവരാണ് നമ്മൾ എന്ന ബോധം ഉണ്ടാകണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ അറഫയിൽ വെച്ചിട്ടാണ്. ആ ഗംഭീരമായ പ്രസംഗം നടത്തിയ ജബലുർ റഹ്മ അറഫയിലുണ്ട്. പക്ഷെ അവിടെ എല്ലാവർക്കും എത്താൻ കഴിയില്ല, കാരണം അത് ഒരുപാട് നടക്കേണ്ടി വരും, നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അത് കാണാൻ വേണ്ടി വാശി പിടിച്ച് പോവുകയും വേണ്ട. അപ്പോൾ ആ അറഫയിൽ നിന്നിട്ട് ദ്വാരിക്കുക. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ പുസ്തകത്തിലുണ്ട്, നിങ്ങൾക്ക് തരുന്ന പുസ്തകത്തിലുണ്ട്. അവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. പുണ്യകർമ്മങ്ങൾ, ദിക്റുകൾ ധാരാളമായിട്ട് ചെല്ലാം, സ്വലാത്തുകൾ ചെല്ലാം, കരഞ്ഞു ദ്വാരിക്കാം. പ്രത്യേകിച്ച് തമ്പിൻ്റെ ഉള്ളിലിരിക്കണം എന്നില്ല, പുറത്തൊന്ന് ഇറങ്ങിയിട്ട് ആ വൈകുന്നേര സമയത്ത് സൂര്യപ്രകാശം കൊണ്ട് നന്നായിട്ട് അള്ളാഹുവിനോട് കരഞ്ഞ് 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 ദ്വാരിക്കണം. കാരണം അത്രമാത്രം പുണ്യമേറിയ ഒരു മഖാം വേറെ ലോകത്തില്ല. ഈ ദുന്യാവിൽ അര ദിവസം മാത്രമേ ഉപയോഗിക്കുള്ളൂ ആ സ്ഥലം. ഇപ്പോൾ ചെന്ന് നോക്കി നിങ്ങൾ അറഫയിലൊന്നും ഉണ്ടാവില്ല, കാലിയായി കിടക്കുകയാണ്.